ബ്രാഹ്മണ ബ്രോയുമായി സംവാദം. ഇദ്ദേഹത്തിനെ വിളിച്ചത് പാകിസ്ഥാൻ ബ്രസീൽ പതാക വിവാദ വിഷയത്തിലാണ്. അതിൽ നിന്ന് ഗാന്ധിജി, ഹിന്ദു മുസ്ലിം ഐക്യം, ക്രിസ്ത്യൻ സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, നമ്മുടെ സംവരണമടക്കമുള്ള വിഷയങ്ങളിലെ കാഴ്ചപ്പാട്, അങ്ങനെ ഒരു BJP RSS അങ്ങനെ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഇദ്ദേഹം BJP RS അനുഭാവിയായ ഒരു വ്യക്തിയാണ്. ചില ബ്രാഹ്മണ സമുദായ അംഗങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകളിൽ, അതായത് സംവരണമടക്കമുള്ള ഹിന്ദു മുസ്ലിം ഐക്യമടക്കമുള്ള വിഷയങ്ങളിലെ ചില ധാരണകൾ, ആ ധാരണകളുമായിട്ടാണ് ഞങ്ങൾ സംവദിച്ചത്. വളരെ നല്ലൊരു സംവാദമാണ്. എല്ലാ ബ്രാഹ്മണരും വിശിഷ്യ കണ്ടിരിക്കേണ്ട ഒരു സംവാദമാണ്. നമ്മൾ ബ്രാഹ്മണരുടെ മനസ്സിൽ പലപ്പോഴും ആഴത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചില ശരിയല്ലാത്ത ധാരണകളുണ്ട്. ആ ധാരണകൾ ഞങ്ങളുടെ സംവാദത്തിൽ വളരെ വ്യക്തമായി ഉയർന്നു വരുന്നുണ്ട്. അത് ശരിയല്ലാന്നും എന്തുകൊണ്ട് ശരിയല്ലാന്നും സത്യമല്ലാന്നും ഞാൻ അദ്ദേഹത്തോട് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യമില്ലാതെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം നിലനിൽക്കില്ല എന്ന് അദ്ദേഹത്തോട് ചൂണ്ടിക്കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ബ്രാഹ്മണരും ഹിന്ദുക്കളും എല്ലാം കാണേണ്ട കോൺവെർസേഷനാണ്. പലപ്പോഴും ബ്രാഹ്മണ ഹിന്ദു മനസ്സിന്റെ അടിത്തട്ടിലുള്ള ചില ശരിയല്ലാത്ത കാര്യങ്ങളൊക്കെ അതിൽ സംവാദ വിഷയമായി വരുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ റെപ്രസെന്റേഷൻ ഇമേജാണ് കേട്ടോ. ആളുടെ ഐഡന്റിറ്റി വെളിയിൽ വിടുന്നില്ല. അദ്ദേഹം നല്ല മനുഷ്യനാണ്, അതായത് മികച്ച മനുഷ്യനാണ്. അതായത് വളരെ സൗമ്യനായ പോസിറ്റീവായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് നന്ദി പറയുന്നു ആ സംവാദത്തിന്. കാര്യം ഇങ്ങനെ ഞാൻ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെടുന്ന ആൾക്കാരോട് കോൺവെർസേഷൻ എടുത്താറുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ബ്രാഹ്മണ സഹോദരനോട്, അദ്ദേഹം നമ്പൂതിരിയാണ്, ഒരു നമ്പൂതിരി സുഹൃത്തിനോട് സംസാരിക്കുന്നത്. ആ സംഭാഷണമാണ്. ഇത്തരം സംഭാഷണങ്ങൾ പോസിറ്റീവാണ് സമൂഹത്തിലേക്ക് കൊണ്ടുവരിക. ആരോടും ശത്രുതയോ തർക്കമോ അല്ല, പരസ്പരം സംസാരത്തിലൂടെ ഒരു കോമൺ ഗ്രൗണ്ട്, മിഡിൽ ഗ്രൗണ്ട്, കൺസെൻസസ്, പരസ്പര യോജിപ്പിന്റെ മേഖലകൾ, അങ്ങനെ കുറെയെങ്കിലും ആ സുഹൃത്തിനോട്, സഹോദരനോട് കണ്ടെത്താൻ കഴിഞ്ഞു. വളരെ സന്തോഷം. ഹലോ, നമസ്കാരം. രാഹുൽ ഈശ്വറാണോ? അതെ സാർ, പറയാം. ഞാനിപ്പോ ഒരു ആളാണ് നിങ്ങളെ കുറിച്ച് വീഡിയോസ് കണ്ടിട്ടേ വിളിക്കുക. എന്താ സാറിന്റെ പേര്? എന്റെ പേര് പറയുന്നില്ല, ഞാനൊരു കാര്യം അറിയാനായിരുന്നു. ഒരു ബ്രസീലിന്റെ പതാക അഴിപ്പിച്ചു, പാകിസ്ഥാൻ പതാക എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ നിജസ്ഥിതി ശരിക്കും മനസ്സിലാക്കിയിട്ടാണ്. അതിന്റെ ഫോളോ അപ്പ് അടുത്ത വീഡിയോ ഇട്ടിരുന്നു. അതായത് റിപ്പോർട്ടറിലും കൈരളിയിലും ആദ്യ ദിവസം ഈ വാർത്ത വന്നിരുന്നു. കൈരളി കമ്മ്യൂണിസ്റ്റുകാരുടെയാണ്, പക്ഷെ റിപ്പോർട്ടർ ഒരു മെയിൻ സ്ട്രീം ചാനൽ ആയതുകൊണ്ട് ഈ വീഡിയോ ചെയ്തിരുന്നു. അടുത്ത വീഡിയോ ജനത്തിന്റെ വെച്ച് അടുത്ത വീഡിയോയും ചെയ്തിരുന്നു. സാറിന്റെ അടുത്ത വീഡിയോ നോക്കിയാൽ മതി. അതെന്തറിയോ, നിങ്ങളെ വീഡിയോ ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങളിത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് വരുന്നത്. നിങ്ങളൊരു ഫസ്റ്റ് വീഡിയോ ചെയ്യുന്നതിന് മുന്നേ അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് വേണ്ട ചെയ്യാൻ. ചോദിച്ചോട്ടെ, എങ്ങനെയാ നമുക്ക് അറിയാൻ പറ്റുക? നിങ്ങളെ ഒരു കാലത്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്തിരുന്ന ആളായിരുന്നു ഞാൻ. നിങ്ങൾ ഇപ്പൊ എടുക്കുന്ന സ്റ്റാൻഡാണ് ഇപ്പൊ ഇതേപോലെ ഒരു കേസിന് വേറൊരു വീഡിയോ, ഇപ്പൊ 2 വീഡിയോ ചേർത്തിട്ടുള്ളത് ഞാൻ കണ്ടു. ലീഗിന് തെറ്റുപറ്റിയ ഒരു കേസിൽ നിങ്ങൾ അവരെ കുറിച്ച് പറയുന്നത് പ്രിയപ്പെട്ട ലീഗ് പ്രവർത്തകർ കണ്ടത്. മറ്റേത് എങ്ങനെയാ നിങ്ങൾ പറയണത്? ചെയ്യാത്തൊരു പ്രവൃത്തി അവരെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലാണ് പറയുന്നത്. അടുത്തത് വീണ്ടും ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നോക്കാമോ? എന്നുള്ളതല്ല അങ്ങനല്ലേ നമുക്ക് അങ്ങനല്ലേ പറയാൻ പറ്റൂ. അങ്ങനെ അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യാൻ പാടില്ലായിരുന്നു. അത് നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അത് എങ്ങനെ പറ്റുമെന്ന് അങ്ങൊന്ന് പറയാമോ? അതായത് നമ്മളൊരു മുഖ്യധാര മാധ്യമങ്ങളിൽ ഒരു വാർത്ത കാണുന്നു. മുഖ്യധാര മാധ്യമങ്ങളിൽ ഉള്ള എല്ലാ വാർത്തകളും സത്യമായിക്കൊള്ളുന്നില്ലല്ലോ. അത് അറിഞ്ഞിട്ട് വേണ്ടേ നിങ്ങളെ പോലുള്ള ഒരു വ്യക്തി അതിനെതിരെ പ്രതികരിക്കാൻ? അത് 100% അങ്ങ് പറഞ്ഞതിനോട് യോജിക്കുന്നു. പക്ഷെ എന്റെ ഒരേ ഒരു ക്വസ്റ്റനെ, അവരതിന്റെ വീഡിയോ ഇട്ടിരുന്നു, അവരുടെ വേർഷൻ അവർ പറഞ്ഞു. എന്നോട് നമ്മുടെ RSSലെ 1-2 സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞു അങ്ങനെ അല്ല സംഭവം. എന്നിട്ട് എനിക്കൊരു ജനത്തിന്റെ വീഡിയോ അയച്ചു തന്നു. ഞാൻ ജനത്തിന്റെ വീഡിയോ ഫുള്ളിട്ട് അടുത്ത വീഡിയോ അതും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതില് ഒരു സംഘപ്രവർത്തകന്റെ ഓഡിയോ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അർജന്റീന കൊടി അടിക്കാത്തത്, എന്തുകൊണ്ടാണ് പോർച്ചുഗലിന്റെ കൊടി അടിക്കാത്തത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അങ്ങ് ജസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഇതിൽ SMS ആയിട്ട് അയച്ചു തരാം. അതിന്റെ അടുത്ത വീഡിയോ ആയിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. കാര്യം ആദ്യ വീഡിയോ ചെയ്തത് തലേ ദിവസമാണ്. യൂട്യൂബിൽ തലേ ദിവസമേ ഇട്ടിരുന്നു. ഫേസ്ബുക്കിൽ അന്ന് രാവിലെയാണ് ഇട്ടത്. അങ്ങനെ നോക്കിയാൽ അപ്പൊ പറയുന്നത് ഇത് പാകിസ്ഥാന്റെ കൂടിയാണെന്ന് വിചാരിച്ചിട്ട് അയച്ചതാന്ന് തന്നെ ഇപ്പൊ നിലവിൽ അവസാനം. അല്ല, അങ്ങനെയല്ല. ഇവര് 2 വേർഷനാ പറയണേ. ഇവര് പറയണത്, അതായത് റിപ്പോർട്ടറും കൈരളിയും പറയുന്നത് പാകിസ്ഥാന്റെ ഇതാണെന്ന് പറഞ്ഞിട്ടാണെന്നാണ്. സംഘപ്രവർത്തകർ പറയുന്നത് അങ്ങനെയല്ല, അമ്പലത്തിന്റെ പ്രോപ്പർട്ടിയാണ്. ആ അമ്പലത്തിന്റെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് അവിടെ നിന്ന് അഴിച്ചു മാറ്റണമെന്ന് പറഞ്ഞു. ദേവസ്വം ബോർഡ് പറഞ്ഞതാണ്, ദേവസ്വം ബോർഡും പോലീസും പറഞ്ഞതാന്നല്ലേ ഈ കുട്ടികൾ വരെ പറയുന്നത്. RSSകാർ പറഞ്ഞിട്ടല്ല. അവരൊരു വീഡിയോ കണ്ട് അത് കണ്ടിരുന്നു. അത് കണ്ടു. അതിനുശേഷം ഞാൻ എടുത്തു. അതിനുശേഷം ഞാൻ അവരുടെ ഇതും വെച്ച് ചെയ്തിട്ടുണ്ട്. അത് തന്നെ, അത് ആ ജനത്തിന്റെ ഫുൾ വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ പറഞ്ഞതിനോ പ്രശ്നമില്ല, ചിലപ്പോ പറഞ്ഞു. പക്ഷെ നിങ്ങൾ പറഞ്ഞ രീതിയാണ് ഒരു വിഷയം.
അല്ല ഈ ഞാൻ തിരിച്ചൊരു കാര്യം ആർട്ടിസ്റ്റ് ചോദിച്ചോട്ടെ. അല്ല നിങ്ങൾ ഒരു നല്ല രീതിയിലുള്ള ഒരാളായിട്ട് കൂടെ നിങ്ങൾ ഈ രീതിയിൽ ഒരു കാലത്ത് ഈ ശബരിമല വിഷയത്തിലൊക്കെ നിങ്ങൾ ഈ ഈ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ അല്ലെ നേരിട്ടല്ലെങ്കിൽ അല്ലാതെ കൂടെ ഒപ്പം നിന്നൊരു വ്യക്തി എന്തിന് ഇങ്ങനെ ആവശ്യമില്ലാതെ ഈ പ്രസ്ഥാനത്തിനെതിരെയും മറ്റുള്ള രണ്ട് ആൾക്കാരെ കാര്യങ്ങളാ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്തിന് എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ട് കാര്യങ്ങൾ പല അങ്ങേക്ക് ആൾക്കാരും അങ്ങേക്ക് കൺവിൻസിംഗ് ആകുന്ന മറുപടി പറയാം. അല്ല ഞാനൊരു കാര്യം കൂടി പറയട്ടെ. പല ആളുകളും പറയുന്നത് തങ്ങള് പല ആൾക്കാരിൽ നിന്ന് പൈസ വാങ്ങിയിട്ടും കാര്യങ്ങളും ചെയ്തിട്ടാണ് അത് ഗാന്ധിജിയെ കൊന്ന ഗോഡ്സയുടെ മനസ്സുള്ളവർ പറയുന്നതാ. അല്ല രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സയുടെ മനസ്സുള്ളവർ പറയുന്നതാ. നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി എന്നാണ് നരേന്ദ്രമോദിജിയും RSS സർസംഘചാലകും അംഗീകരിക്കുന്നത്. അതെ അതായിക്കോട്ടെ. അങ്ങ് ശ്രദ്ധിച്ചോ? അല്ലല്ല, ഒരു സെന്റ് അങ്ങ് ശ്രദ്ധിച്ചോണമെന്നില്ല. അങ്ങേക്ക് RSSനോടാണല്ലോ താല്പര്യം ഇല്ലേ? സംഘത്തോട് താല്പര്യമുള്ള ഒരാളല്ലേ? ഞാനൊരു സ്വയം സേവകനാണ്. RSSനോട് അപ്പൊ സ്വയം സേവകനാണെങ്കിൽ സർസംഘചാലകനെ എന്താ പറയാ അംഗീകരിക്കുന്ന ആളായിരിക്കുമല്ലോ. പറയുമായിരിക്കാം. ഞാൻ പറയട്ടെ, അത് നിങ്ങൾ പല വായിക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. നിങ്ങൾ പലതും വായിച്ചിട്ടുണ്ട്. വായിച്ചിട്ട് അത് അറിഞ്ഞിട്ട് അറിയാത്ത മാതിരി നേരെ തിരിച്ച് വായിച്ചോണ്ടാ പറയണേ. ഗോഡ്സെ രാജ്യദ്രോഹിയും തീവ്രവാദിയും നമ്മുടെ നാടിന് ഒരു ഗുണവും ചെയ്യാത്തൊരുത്തനാണ്. ഗോഡ്സെ ജീവിതത്തിൽ എന്തെങ്കിലും ഇന്ത്യക്ക് വേണ്ടി ചെയ്തത് പറയാമോ? അത് വേറെ വാസ്റ്റ് വിഷയമാണ്. അത് അതിലോട്ട് പോകണ്ട. ഞാൻ ചോദിച്ചതേ, ആ മനസ്സുള്ളവരാണ് ഗാന്ധിയനായ എന്നെ തള്ളി പറയുന്നത്. അങ്ങനെ അല്ലല്ല, ഞാൻ ഒരു പോയിന്റ് ചോദിച്ചോട്ടെ. കാര്യം എന്താ അറിയോ? ആ പോയിന്റ് ആണ് അതിലെ ക്രൂഷ്യൽ. ഞാൻ പറയുന്നത്. അതായത് ഞാൻ ഒരു സെക്കൻഡ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. സാക്ഷാൽ നരേന്ദ്രമോദിജിയും RSSന്റെ സർസംഘചാലകായ മോഹൻ ഭഗവത്ജിയും ഗാന്ധിജിയുടെ പാതയിലാണ് പോകേണ്ടതെന്നും ഗാന്ധിയാണ് യഥാർത്ഥ ഹിന്ദു എന്നും പറയുമ്പോൾ അത് അംഗീകരിക്കാത്തവർ എത്രമാത്രം തീവ്ര മനസ്ഥിതി ഉള്ളവരായിരിക്കും? അറ്റ്ലീസ്റ്റ് രാഹുൽ ഈശ്വർ പറയുന്നത് വിശ്വസിക്കണ്ട, മോഹൻ ഭഗവത്ജി പറയുന്നത് വിശ്വസിക്കണ്ടേ? അതായിക്കോട്ടെ, അതായി ശരി. അത് പല വേർഷൻ അതിലുണ്ട്. അതിലോട്ട് നമുക്ക് പോകണ്ട. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, സ്വയം സേവകനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻ ഭഗവത്ജിയുടെ നിലപാട് ഞാൻ പറഞ്ഞു തന്നല്ലേ. അല്ല അതായിരിക്കാം. മോദിജിയുടെ മോദിജി പിന്നെ രാഷ്ട്രീയക്കാരനാണെന്ന് പറയാം, പോട്ടെ. മോദിജി രാഷ്ട്രീയക്കാരനാണെന്ന് രാഷ്ട്രീയത്തിന് വേണ്ടി നിലപാടെടുക്കുന്നു എന്ന് പറയാം. പക്ഷെ പൂജനീയ സർസംഘചാലക് മോഹൻ ഭഗവത്ജി ഗാന്ധിജിയുടെ പാതയിൽ പോണം എന്ന് സംഘത്തിനുള്ളിലുള്ള ഒരു തീവ്ര വിഭാഗം എതിർക്കുമ്പോൾ പോലും ശക്തമായി പറയുന്ന ആളല്ലേ? ആയിരിക്കാം, പറഞ്ഞോട്ടെ. അല്ല അതല്ലേ. അപ്പൊ സംഘത്തിന്റെ തലപ്പത്ത് നിൽക്കുന്ന ഒരു വ്യക്തി BJP 300 സീറ്റ് കിട്ടി ഭരിക്കുമ്പോൾ പോലും RSSന് ഗാന്ധിജിയുടെ പാതയാണ് വേണ്ടതെന്ന് പറഞ്ഞ ആ പാതയല്ലേ ശരി? എനിക്കറിയില്ല. അത് ഓരോ ആൾക്കാർക്ക് ഓരോ അങ്ങൊന്ന് ആലോചിച്ച് നോക്കിയേ, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. BJPക്ക് 300 സീറ്റ് കിട്ടി ഭരിക്കുന്ന സമയത്ത് പോലും, അതായത് ഇപ്പോഴല്ല മുമ്പത്തെ ഇലക്ഷന് ഭരിക്കുന്ന സമയത്ത് പോലും RSSന്റെ സർസംഘചാലക് ഗാന്ധിയൻ പാതയാണ് നല്ലതെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഗാന്ധിജി നല്ലതായതുകൊണ്ടല്ലേ? അങ്ങയുടെ വാക്കുകളിൽ ഗാന്ധിജിക്ക് വേറെ എന്തോ പ്രശ്നമുണ്ടെന്ന് ധ്വനിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതായിക്കോട്ടെ. അത് ഞാൻ കേട്ടതും കണ്ടതും ഞാൻ വായിച്ചതായിട്ടുള്ള കാര്യങ്ങള് തെറ്റോ ശരിയായിരിക്കും. എന്താ ഗാന്ധിജിയുടെ ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടാം? അത് ഞാൻ പറഞ്ഞ അത് എനിക്കിപ്പോ പറയാൻ പറ്റില്ല. കാരണം അത് പല വിഷയങ്ങളുണ്ട്. ഞാനത് ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ വേറെ പുറമേക്ക് പോയി കഴിഞ്ഞാൽ അത് വിഷയം വരാം. ഒരു കാര്യം കൂടെ വളരെ താഴ്മയായിട്ട് റിക്വസ്റ്റ് ചെയ്തോട്ടെ. യഥാർത്ഥത്തിൽ ഗാന്ധിജിയെ കുറിച്ച് പറയുന്ന ഈ കാര്യങ്ങളെ പച്ച കള്ളങ്ങളാണ്. നമ്മളെ വഴിതെറ്റിക്കാൻ പറയുന്ന 100% കള്ളത്തരമായ കാര്യമാണ്. പുസ്തകങ്ങളിൽ ഗാന്ധിജി തന്നെ എഴുതിയ, അതും ഗാന്ധിജി അല്ലേ എഴുതിയത്? ഗാന്ധിജി എഴുതിയ പുസ്തകങ്ങളിൽ എന്താ പറയണേ? ഗാന്ധിജിയുടെ പല കാര്യങ്ങളും ഗാന്ധിജി ചെയ്ത കാര്യങ്ങൾ തന്നെ ഒരു ഉദാഹരണം പറയാം, ഒരൊറ്റ ഉദാഹരണം. വൈഫിനോട് ചെയ്ത കാര്യങ്ങൾ ഗാന്ധിജി പിന്നെ അത് കാരണമല്ലല്ലോ ഗാന്ധിജിയോട് ദേഷ്യം. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളോട് സ്നേഹം കാണിച്ചു എന്നുള്ളതല്ലേ ഗാന്ധിജിയോടുള്ള ദേഷ്യം. അതൊരു വിഷയം. പിന്നെ അതല്ലേ ശരിക്കുള്ള വിഷയം. ഈ ഭാര്യയുടെ വിഷയവും മകന്റെ വിഷയവും ഒക്കെ നമ്മൾ ഉണ്ടാക്കി പറയുന്നതല്ലേ? മാത്രല്ല ഈ അവസാന കാലഘട്ടങ്ങളിൽ ഗാന്ധിജിയുടെ 2 സൈഡിലായിട്ട് നടന്നിരുന്ന യുവതികളോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഗാന്ധിജി അവരോട് ഒന്നും ചെയ്തിട്ടില്ല. ഗാന്ധിജി നൈഷ്ഠിക ബ്രഹ്മചര്യം, നമ്മുടെ അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം പരീക്ഷിക്കാനായി ഇവരുടെ ഇടയിൽ കിടന്നു. അവരുടെ ദേഹത്ത് പോലും ഗാന്ധിജി തൊട്ടിട്ടില്ല. പക്ഷെ അതുകൊണ്ടൊന്നും അല്ലല്ലോ ഗാന്ധിജിയോട് ദേഷ്യം, മുസ്ലിങ്ങളോട് ഇഷ്ടം കാണിച്ചോണ്ടല്ലേ. പറഞ്ഞത് ഇതാണ്, ഞാൻ കേട്ട കാര്യങ്ങൾ ഇത് ഉണ്ടെന്ന് പറഞ്ഞപ്പോ. അല്ല, ഞാൻ സത്യസന്ധമായ ഒരു കാര്യം ചോദിച്ചോട്ടെ, സത്യസന്ധമായി പറയണം. പുള്ളി എഴുതിയ എന്താണ് ആത്മകഥയിലുള്ളതാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയല്ല, അത് പൂർണ്ണാർത്ഥത്തിൽ ശരിയല്ല. എന്നാലും ഞാൻ ഒരു കാര്യം പറയാം, ഒരൊറ്റ കാര്യം പറയാം. യഥാർത്ഥത്തിൽ ഗാന്ധിജി ഞാൻ ഒരു ഒറ്റ വരി പറഞ്ഞോട്ടെ. യഥാർത്ഥത്തിൽ ഗാന്ധിജി വൈഫിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തോ, മോനെ സ്കൂളിൽ പഠിപ്പിച്ചില്ല തുടങ്ങിയ വിഷയങ്ങൾ കൊണ്ടല്ലല്ലോ. ഗാന്ധിജി മുസ്ലിങ്ങളോട് ഇഷ്ടം കാണിച്ചു എന്നുള്ളതുകൊണ്ടല്ലേ നമ്മളിൽ ബ്രാഹ്മണരിൽ ചില ആൾക്കാർക്ക് പുള്ളിയോട് ദേഷ്യം. ബ്രാഹ്മണരിൽ ചില ആൾക്കാർക്ക്? അതെ.
ഒരു ബ്രാഹ്മണ ഗാന്ധിജിയെ കൊന്നതിൽ ബഹുഭൂരിപക്ഷവും ബ്രാഹ്മണ അല്ലെങ്കിൽ ബ്രാഹ്മണരല്ല, തീവ്ര ബ്രാഹ്മണിക്കൽവാദികളാണ്. നിങ്ങൾ ഒരു ഗോഡ്സെ ഒരു ബ്രാഹ്മണനാണ്. ഞാൻ പറയട്ടെ, ഞാനൊരു ബ്രാഹ്മണനാണ്. നിങ്ങളൊരു ബ്രാഹ്മണന്റെ ഐ മീൻ ഒരു തന്ത്രി കുടുംബത്തിലെ മരുമകനായിട്ട് ജനിച്ച ഒരു വ്യക്തി ഇങ്ങനെ എന്തിനീ ബ്രാഹ്മണന്മാർ എന്ത് ചെയ്ത് ഈ 100 കോടി അല്ല 3 കോടി ജനങ്ങളുള്ള ഈ കേരളത്തിൽ 1% കറക്റ്റ്, ബ്രാഹ്മണന്മാരുണ്ടാവും. അത്രേ ഉള്ളൂ, അത്രേ എന്നിട്ട് ഉള്ളൂ. എല്ലാത്തിനും നിങ്ങളെ പോലൊരു വ്യക്തി എന്തിനീ ബ്രാഹ്മണിക്ക് അല്ല, നമ്മുടെ ഇടയിലുള്ള തീവ്രസ്വരക്കാരല്ലേ ഗാന്ധിജിയെ കൊന്നത്? ഗോഡ്സെ ബ്രാഹ്മണനായിരുന്നു, ഗോഡ്സെ ബ്രാഹ്മണനായിരുന്നു, അതേപോലെ നിങ്ങൾ ആപ്തെ പറഞ്ഞിട്ട് കേൾക്കണം. ബ്രാഹ്മണനായിരുന്നു. ഗാന്ധിജിയെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയവര് നല്ല ബ്രാഹ്മണരല്ല. നല്ല ബ്രാഹ്മണർ ഗാന്ധിജിയോടൊപ്പം സി രാജഗോപാലാചാരി ഒക്കെ ഗാന്ധിജിയോടൊപ്പം നിന്നവരാണ്. തമിഴ് ബ്രാഹ്മണനാണ്, ഭട്ടരാണ്. ഞാനേ അല്ല, തെലുങ്കിനാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോകണ്ട. ഞാൻ ഈ ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങളെ കുറിച്ച് അങ്ങനെ പറയുന്നതിന്റെ കാരണം 2 വീഡിയോ അടുപ്പിച്ച് കണ്ടിട്ടാണ് നിങ്ങൾ വിളിക്കുക. ആദ്യം വിളിച്ചു, പിന്നെ ഇപ്പൊ കണ്ടപ്പോൾ വിളിക്കാണ്ടിരിക്കാൻ പറ്റിയില്ല. ഇത് ചെയ്തപ്പോ നിങ്ങൾ പ്രതികരിച്ച രീതിയും തൊടുപുഴയിലെ ഒരു മുസ്ലിം ലീഗുകാർ ചെയ്തപ്പോൾ ഉള്ള പ്രതികരിച്ച ഞാൻ അതിൽ ഒരു കാര്യം അങ്ങേക്ക് ചൂണ്ടിക്കാണിച്ചോട്ടെ. ഒന്ന് തമാശയല്ലേ? തമാശയെന്ന് പറഞ്ഞിട്ട് അതായത് കാര്യമില്ല. പാകിസ്ഥാന്റെ കൊടി എന്ന് പറഞ്ഞ് ബ്രസീലിന്റെ കൊടി ചെയ്യുന്നത് തമാശയല്ലേ? ആയിക്കോട്ടെ, ഞാൻ പറയട്ടെ. നിങ്ങൾ പക്ഷെ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം നമ്മളെ ഇടയിൽ തന്നെ ജീവിച്ച് നമ്മളെ ആൾക്കാരോട് ഇത്രയും ഒരു മോശമായ രീതിയിൽ എന്തിനാ പ്രതികരിക്കുന്നതെന്ന് എനിക്ക് നമ്മുടെ ആൾക്കാരെന്ന് പറയുന്ന എല്ലാ ഇന്ത്യക്കാരും നമ്മുടെ ആൾക്കാർ തന്നെയല്ലേ? എല്ലാം അത് നമുക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ ചിന്ത. മറ്റുള്ളവർക്ക് അങ്ങനെയുള്ള ചിന്ത ഉണ്ടോന്ന് നിങ്ങൾക്ക് നമ്മുടെ തോന്നുന്നു? അയ്യപ്പനെ ഏറ്റവും സഹായിച്ചത് ഒരു മുസ്ലിമായ വാവരും ക്രിസ്ത്യാനിയായ വെളുത്തയല്ലേ? എനിക്ക് കൂടുതൽ സംസാരിക്കാൻ നിങ്ങൾ അല്ല, അങ്ങ് ശ്രദ്ധിച്ചോന്നറിയില്ല, അങ്ങയുടെ വാക്കുകളിൽ എല്ലാം ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഒരു മുസ്ലിം വിരോധത്തിന്റെ ടിഞ്ചല്ലേ? മുസ്ലിം വിരോധം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മുസ്ലിം വിരോധം ഞാൻ പറഞ്ഞിട്ടില്ല. നല്ലവരായ ഇഷ്ടം പോലെ എനിക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സും കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മളെ എന്താ പറയാ കുന്തിരിക്കട്ട് കത്തിക്കും, അവലും അതിനും അവരെ ശിക്ഷിച്ചു, അവരെ അറസ്റ്റ് ചെയ്തു. അവരെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അതേപോലെയുള്ള പല ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ പറയുമ്പോൾ നിങ്ങൾ അതിനെ നമ്മുടെ മുസ്ലിം ലീഗിന്റെ ആൾക്കാര്, അങ്ങ് ശ്രദ്ധിച്ചോന്നറിയില്ല, മുസ്ലിം ലീഗിന്റെ ആൾക്കാര് അവരുടെ കാശെടുത്ത് വീട് ഹിന്ദുക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തപ്പം രാവിലെ ഗണപതി ഹോമം കഴിക്കാനാണ് ആളെ വിളിച്ചത്. മുസ്ലിം ലീഗിന്റെ വീടിന്റെ കണ്ടു കാണും. ആ എല്ലാ വ്യക്തികളിലും എല്ലാ ആൾക്കാരും, പക്ഷെ ഭൂരിഭാഗം ആൾക്കാർ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇത് കമന്റ് എടുത്ത് പോസ്റ്റിന്റെ അടിയിൽ കമന്റ് എടുത്ത് നോക്കി ഈ മുസ്ലിങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് പറയുന്ന എന്തെങ്കിലും പോസ്റ്റിന്റെ കമന്റ് എടുത്ത് നോക്കി അതിൽ ഏതെങ്കിലും ഒരു മുസ്ലിങ്ങൾ അവരെ എതിരെ പറയുന്നുണ്ടോ? അവരെ അനുകൂലിച്ച് പറയുന്ന പല ആൾക്കാരും കാണാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ അതിൽ നല്ല ആൾക്കാരില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഇഷ്ടംപോലെ നല്ല ആൾക്കാരുണ്ട്. പക്ഷേ എന്തൊക്കെ ആയിക്കോട്ടെ, നിങ്ങൾ എന്തിനാണ് ഇത്രയും ഈ ഹിന്ദുക്കളെ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെ എതിർത്ത് അല്ല, പറയാ, വ്യത്യാസമുണ്ട്. ഹിന്ദുക്കള് വേറെ, ഹിന്ദുത്വവാദികൾ വേറെ. അതായത് ഗാന്ധിജിയും വിവേകാനന്ദനും ഒക്കെ ഹിന്ദുവാണ്. എന്നാൽ സവർക്കർജി, വീര സവർക്കറാണ്, നമുക്ക് വേണ്ടി 10 വർഷം ജയിലിൽ കിടന്ന ആളാണ്. പക്ഷെ സവർക്കർ നിരീശ്വരവാദിയാണ്. സവർക്കർ ഹിന്ദു അല്ല, ഹിന്ദുത്വവാദിയാണ്. സവർക്കർക്ക് നമ്മുടെ ശ്രീരാമനിലോ ശ്രീകൃഷ്ണനിലോ ഒന്നും വിശ്വാസമില്ലായിരുന്നു. സവർക്കറെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അദ്ദേഹം ഒരിക്കലും അല്ല. നമുക്ക് വേണ്ടി 10-11 വർഷം ജയിലിൽ കിടന്ന വ്യക്തിയാണ്. സവർക്കറെ കുറ്റം പറയുന്ന എത്ര? ഷൂവർക്കർ 100% തെറ്റാണെന്ന് ഞാൻ ഇവിടെ മാത്രമല്ല എല്ലാ വേദികളിലും പറഞ്ഞിട്ടുണ്ട്. കാര്യം നമുക്ക് വേണ്ടി 11 വർഷം ജയിലിൽ കിടന്ന മനുഷ്യനാണ്. 11 വർഷം നമുക്ക് വേണ്ടി ജയിലിൽ, 1-2 അല്ല. മഹാത്മാഗാന്ധിക്ക് സവർക്കറെ ബഹുമാനമായിരുന്നു, തിരിച്ച് സവർക്കർക്ക് മഹാത്മാഗാന്ധിയെ ബഹുമാനമായിരുന്നു. ഞാൻ ഇനി അങ്ങയുടെ വിശാലാർത്ഥത്തിൽ ഒരു കാര്യം പറയാം. അങ്ങ് ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് ഒരു ബ്രാഹ്മണനായോണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറയട്ടെ. യഥാർത്ഥത്തിൽ നമ്മൾ ഹിന്ദുക്കളുടെ പ്രശ്നം എന്താണെന്ന് അറിയാം. ഞാൻ 30 സെക്കൻഡിൽ പറയാം. ഈ കണക്കുകൾ വെച്ച് പറയാം. അതായത് കോടതിയിലുള്ള ഗവൺമെന്റിന്റെയും മോദി ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും ഔദ്യോഗിക കണക്കുകൾ വെച്ച് പറയാം. നമ്മൾ കേരളത്തില് 50% ഹിന്ദുക്കളുള്ളത്, 50 മുതൽ 55%. 27% മുസ്ലിങ്ങൾ, 18% ക്രിസ്ത്യാനികൾ. അങ്ങേക്ക് അറിയായിരിക്കും. നമ്മൾ 2 കോടി ഹിന്ദുക്കളോളമാണ് കേരളത്തിലുള്ളത് ഏകദേശം. 1 കോടി മുസ്ലിങ്ങൾ, 60-70 ലക്ഷം ക്രിസ്ത്യാനികൾ. ഇതാണ് നമ്മുടെ കേരളത്തിലെ കണക്ക്. നമ്മൾ ബ്രാഹ്മണർ 1%, 3.5 ലക്ഷമോ 3 ലക്ഷമോ കാണും. ഇതിൽ അങ്ങ് ശ്രദ്ധിക്കേണ്ട കാര്യം, വാസുദേവൻജി ശ്രദ്ധിക്കേണ്ട കാര്യം, 80 വാസുദേവൻ എന്നല്ലേ പേര്? വാസുദേവനല്ല. എന്താ ശരി, എന്തായാലും അങ്ങ് ശ്രദ്ധിക്കേണ്ട കാര്യം, പേരെന്തായാലും അങ്ങയുടെ ഐഡന്റിറ്റി പറയണ്ട. ശരി, നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒറ്റ പോയിന്റ് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ 50% ഹിന്ദുക്കളിലാണ് 80% ആത്മഹത്യയും നടക്കുന്നത്. ഏകദേശം 85% കുടുംബ തകർച്ചകൾ നടക്കുന്നത് നമ്മൾ ഈ 50% ഹിന്ദുക്കളിലാണ്. ഇനി അങ്ങ് ശ്രദ്ധിച്ചു കാണും, പ്രായമായ അച്ഛനെയും അമ്മയും നടതള്ളുക എന്നൊരു പരിപാടി കേട്ട് കാണും അല്ലെ? പ്രായമായ അച്ഛനെയും അമ്മയും
നടതള്ളുക എന്നൊരു പരിപാടി. എപ്പോഴെങ്കിലും അങ്ങയുടെ മുസ്ലിം സുഹൃത്തുക്കളിലോ ക്രിസ്ത്യൻ സുഹൃത്തുക്കളിലോ അവരുടെ അപ്പച്ചനെയും അമ്മച്ചിയും അല്ലെങ്കിൽ ഉമ്മയും ബാപ്പയും പള്ളി തള്ളുക എന്ന് കേട്ടിട്ടുണ്ടോ? അല്ല, ക്രിസ്ത്യൻസിന്റെ ഇടയിലുണ്ട്. ആ, പള്ളി തള്ളുക മേ ബി 1 or 2% കാണും, പക്ഷേ ബഹുഭൂരിപക്ഷവും നമ്മുടെ ഇടയിലാ. ഇനി ഒരു കണക്ക് കൂടെ പറയാം. അങ്ങും ഞാനും, എനിക്ക് പ്രായം എത്രയാന്ന് അറിയില്ല, ഒരു 10, 40, 50 ഇടയ്ക്കാണെന്ന് അസ്യൂം ചെയ്യുന്നു, അറിയില്ല. കഴിഞ്ഞ നമ്മൾ ജനിച്ച വർഷം, അതായത് ഞാനും താങ്കളും ജനിച്ച് ജീവിച്ച പോട്ടെ കഴിഞ്ഞ 5 നൂറ്റാണ്ടല്ല 50 വർഷം, 5 ദശാബ്ദം കൊണ്ട് ഹിന്ദുക്കളുടെ ജനസംഖ്യ 8% കുറഞ്ഞു, മുസ്ലിങ്ങളുടെ ജനസംഖ്യ 10% കൂടി, ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ 4% കുറഞ്ഞു. ഇതിന്റെ കാരണം നമ്മൾ ഹിന്ദുക്കളുടെ അമ്മമാരുടെ വയറ്റിൽ ഒരമ്മയ്ക്ക് 2 കുട്ടി ജനിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതായത് മുസ്ലിങ്ങൾക്ക് 2.3 ആണ്. അതായത് ഒരു ഉമ്മയുടെ വയറ്റിൽ 2.3 കുട്ടികൾ എന്ന് പറഞ്ഞാൽ 10 ഉമ്മമാർക്ക് 23 കുട്ടികൾ ജനിക്കും. ക്രിസ്ത്യാനികൾക്ക് 1.6 ആണ്. നമ്മൾ ഹിന്ദുക്കൾക്ക് 1.2 to 1.3 ആണ്. നമ്മുടെ പത്തനംതിട്ട കാട് കയറുക. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് കേരളത്തിൽ ഹിന്ദു കുട്ടികളെക്കാൾ കൂടുതൽ മുസ്ലിം കുട്ടികളാണ് ജനിച്ചിട്ടുള്ളത്. അത് മുസ്ലിങ്ങൾ കൂടുന്നതല്ല, നമ്മൾ ഹിന്ദുക്കൾ കുറയുന്നതാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ നമ്മുടെ ഇന്ത്യ ലൈവ് വടയാർ സുനിൽജിയുടെ ചാനൽ അറിയാവുന്നറിയില്ല, അദ്ദേഹത്തിന്റെ ചാനലിലടക്കം വരുന്നതിന്റെ കണക്ക് വെച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മുസ്ലിം വിരോധത്തിൽ പെട്ടുപോകുമ്പോൾ നമ്മുടെ ശ്രദ്ധ നഷ്ടപ്പെടുകയാണ്. അതായത് നമ്മൾ ഹിന്ദുക്കൾ നമ്മുടെ ഇടയിൽ സീരിയസ് ആയി ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ സാധനങ്ങൾ നമ്മുടെ ഇടയിൽ നഷ്ടപ്പെടുക. ഞാൻ അങ്ങേ പോയിന്റ് ചെയ്യാതെ ഒരു കൗതുകത്തിനൊരു ക്വിസ് ചോദിച്ചോട്ടെ, വെറുതെ ഒരു കൗതുകത്തിനൊരു ക്വിസ്, ഒരു ചോദ്യം ചോദിക്കാം. യേശു ക്രിസ്തു എന്നാണ് ജനിച്ചതെന്ന് നമ്മൾ ഹിന്ദുക്കളോട് ചോദിച്ചാൽ 99% ആൾക്കാർക്കും അറിയായിരിക്കും. അവർ പറയുന്നത് 2000 വർഷം മുമ്പാണ് യേശു ക്രിസ്തു ജനിച്ചത്. എങ്ങനെയാണ് നമ്മൾ ഈ AD യും BC ഒക്കെ കണക്കാക്കുന്നത് അങ്ങേക്ക് ശ്രദ്ധിച്ചു കാണുമല്ലോ. ഞാൻ അങ്ങയോടൊരു ചോദ്യം ചോദിക്കാം, ബ്രാഹ്മണൻ കൂടിയാണ്. നമ്മുടെ അയ്യപ്പൻ ജനിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? ഈ ചോദ്യത്തിന് ഉത്തരം എനിക്കും അറിയില്ലായിരുന്നു. ശബരിമല കേസ് നടത്താൻ വേണ്ടി ഡോക്യുമെന്റ്സ് എല്ലാം കണ്ടുപിടിച്ചപ്പോഴാണ് ഈ ക്വസ്റ്റ്യൻ എനിക്കും അറിയുന്നത്. കാരണം നമ്മുടെ ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും ഉള്ളതുപോലെ നമുക്കൊരാത്മീയ സത്സംഗമില്ല. ഞാനൊക്കെ യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച, മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച പോലെ നമ്മൾ ഹിന്ദുക്കൾക്ക് ശനിയാഴ്ച ഒരു സത്സംഗം നടത്തുകയും അതിന്റെ ഭാഗമായി നമുക്ക് ആത്മീയ പഠനം, കുറച്ച് വേദങ്ങൾ, കുറച്ച് തന്ത്രം, ഇതെല്ലാം പഠിപ്പിക്കുകയും ചെയ്യാണ്. ഞാൻ RSSന്റെ അടക്കം നേതാക്കളോട്, പിന്നീട് ആത്മീയ ഗുരുക്കന്മാരായ മാതാ അമൃതാനന്ദമയി ദേവിയോട്, ശ്രീ രവിശങ്കർജിയോടൊക്കെ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. അതായത് ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച, മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച. നമ്മൾ ഹിന്ദുക്കൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനും ഒരുമിച്ച് വരാനും ഒരു ദിവസമോ ഇടമോ ഇല്ല. യഥാർത്ഥത്തിൽ ഇതാ പക്ഷെ RSSന് ഇത് ചെയ്തെടുക്കാൻ കഴിയും. ഒരൊറ്റ കാര്യം മാറ്റിയാൽ മതി. RSSന്റെ റാങ്ക് ആൻഡ് ഫയൽ, അല്ലെങ്കിൽ അവരുടെ ആൾക്കാരുടെ, എല്ലാവരുടെയും ഇല്ല, ഇടയിൽ ഈ മുസ്ലിം വിരോധം കാരണം ശ്രദ്ധ മുഴുവൻ മുസ്ലിങ്ങളിലാണ്. ശ്രദ്ധ നമ്മളിലേക്ക് വരുന്നില്ല. നമ്മുടെ ആത്മഹത്യ, നമ്മുടെ മദ്യപാനം, നമ്മുടെ കുടുംബഛിദ്രം, നമ്മുടെ ജനസംഖ്യ തകരുന്നത്, നമ്മുടെ പ്രായമായവരുടെ പ്രശ്നങ്ങൾ, ഇതൊന്നും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാൻ നമ്മുടെ ആൾക്കാർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് എന്റെ ഏക റിക്വസ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഗുരുജി ഗോൾവൽക്കറിന്റെ വലിയൊരു ഫാനാണ്, അങ്ങേക്ക് അറിയാവുന്നറിയില്ല. അതായത് ഗുരുജി ഗോൾവൽക്കർ അവസാന കാലത്ത് ഗാന്ധിയൻ പാതയാണെന്ന് ശരിയായി തിരിച്ചറിഞ്ഞ് അതിലേക്ക് വന്ന വ്യക്തിയാണ്. മോഹൻ ഭഗവത്ജി ഒരുപാട് നോർത്ത് ഇന്ത്യൻ സംഘികൾ എന്ന് വിളിക്കുന്ന വേറൊന്നുകൊണ്ടല്ലോ കേട്ടോ, സ്പോർട്സിൽ വിളിക്കുകയാണ്, നോർത്ത് ഇന്ത്യൻ സംഘികൾ ട്രോളാറുണ്ട്, ഇയാൾ മഹാത്മാഗാന്ധിയുടെ വഴിയാണ്. വേറൊരു വഴിയില്ല. വേറെ എന്ത് ചെയ്യാനാണ്? നമ്മുടെ ഇന്ത്യൻ കൊടിയില് കാവിയും വെള്ളയും പച്ചയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും സൂചിപ്പിക്കുന്നത്. നമ്മൾ എല്ലാരും കൂടി ഒരുമിച്ച് പോണ്ടേ? വേറെ എന്താ വഴി? വേറെ അങ്ങേക്ക് തോന്നുന്നുണ്ടോ വേറൊരു വഴിയുണ്ടെന്ന്? നമ്മള് വിചാരിക്കുന്ന പോലെ തന്നെ നമ്മൾ മാത്രം അങ്ങനെ വിചാരിക്കുന്നുള്ളൂ. നമുക്ക് അവരെയും കൂടെ അല്ലെങ്കിൽ അവരിൽ ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ട്, അവരെയും കൂടെ വിചാരിപ്പിക്കാം. വേറെ അങ്ങ് ഒന്ന് ആലോചിച്ച് നോക്കി, വേറെ എന്താ വഴി? കേരളത്തിൽ 2 കോടി ഹിന്ദുക്കളും 1 കോടി മുസ്ലിങ്ങളും 70 ലക്ഷം ക്രിസ്ത്യാനികളും ഉണ്ട്. നമുക്ക് ഒരുമിച്ച് പോകാതെ വേറെ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, യഥാർത്ഥത്തിൽ അയ്യപ്പൻ കാണിച്ച വഴി അതല്ലേ? അയ്യപ്പന്റെ ഒരു സുഹൃത്ത് മുസ്ലിമാണ്, ഒരു സുഹൃത്ത് ക്രിസ്ത്യാനിയാണ്. അതാണ് വാവരും വെളുത്തെ. ഈ പാതയിൽ അതൊക്കെ ഉള്ളതാണോ എനിക്കറിയില്ല. 100% നമ്മുടെ RSS എന്ന് ഞാൻ പറയില്ല, തീവ്ര ഹിന്ദുത്വ സുഹൃത്തുക്കൾ കള്ളം പറയില്ല. അങ്ങ് ഞാൻ ചോദിച്ചോട്ടെ, ചെറിയ പ്രാർത്ഥന ശബരിമലയിൽ പോയപ്പം ബാവര് പള്ളിയുടെ വഴിയല്ലേ പോയത്? താങ്കളും പോയിട്ടുള്ളത് ആ വഴിയല്ലേ? ഞാൻ കേറില്ല. എന്തോ? ഞാൻ അവിടെ കേറിയിട്ടില്ല. ഞാൻ ഒരു വളരെ താഴ്മയായിട്ട് റിക്വസ്റ്റ് ചോദിച്ചോട്ടെ, സാക്ഷാൽ അയ്യപ്പൻ പറഞ്ഞതല്ലേ അവിടെ കേറിയിട്ട് എന്നെ കാണാൻ വരണമെന്ന്?
നമ്മൾ എനിക്കറിയാം. അയ്യപ്പൻ പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ അത് അയ്യപ്പനോടുള്ള അവഹേളനമല്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വാവര് പള്ളിയിൽ നിൽക്കുന്ന ആൾക്കാരോട് ഉം. അത്ര വലിയ വാവരെ അയ്യപ്പനെ അറിയുന്ന ആളാണൊക്കെ പറയണത്, അവരോട് ആ ഭസ്മം കുരിയിടാൻ പറയാൻ പറ്റും? അല്ലെങ്കിൽ എന്തിനാ അവര് ഭസ്മക്കുറി ഇടുന്നത്? നമുക്ക് ഭസ്മക്കുറി ഇടാം. നമുക്ക് മാത്രമേ മതേതരത്വമുണ്ട്, അവർക്ക് അല്ല ഞാൻ ഒരു വളരെ ഇതായിട്ട് പറയട്ടെ, നമുക്ക് മതേതരത്വം അയ്യപ്പൻ വേണ്ട. വാവർ കടയിലിരിക്കുന്ന ആ വ്യക്തി ഇതുവരെ ആ 18 പടി കയറി അയ്യപ്പനെ തോന്നുന്നുണ്ടാവും? അവിടെ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞോട്ടെ, അയ്യപ്പനും വാവരും സുഹൃത്തുക്കളാണ്. വാവര് മുസ്ലിമും അയ്യപ്പൻ ഹിന്ദുവുമാണ്. ഇനി അങ്ങ് നമ്മുടെ എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം കണ്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അവിടെ വാവർക്ക് വിഗ്രഹമില്ലാതൊരു നട അയ്യപ്പൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. കാര്യം മുസ്ലിങ്ങൾക്ക് വിഗ്രഹാരാധന പാടില്ല. ആയിക്കോട്ടെ, നമുക്കെന്താ? അവര് വിഗ്രഹത്തെ പൂജിച്ചാലും പൂജിച്ചില്ലെങ്കിലും നമുക്കെന്താ? സ്വാമി അയ്യപ്പൻ ദൈവമാണ്, ഈ വാവരെങ്ങനെ ദൈവവും? അല്ലല്ല, സ്വാമി അയ്യപ്പൻ എന്ന ദൈവീകമായ അവതാരത്തെ അവർ ആദരിക്കുന്നുണ്ട്. അവർക്ക് വിശ്വാസം അള്ളാഹുവിലാണ്, ക്രിസ്ത്യാനികൾക്ക് വിശ്വാസം യഹോവയിലാണ്. ആയിക്കോട്ടെ, നമുക്കെന്താ? ഈ വ്യക്തികൾ തന്നെ വിളക്ക് വെക്കുന്നതിന് എതിരെ പറയല്ലോ, എന്നിട്ട് അവിടെ വിളക്ക് അയ്യോ, വെക്കുന്ന ഒരുപാട് പേര് വെക്കാറില്ലേ? ഇന്ത്യയിലെ ഏറ്റവും പഴയ പള്ളിയായ ചേരമൻ പള്ളിയിലടക്കം വിളക്ക്, നമ്മുടെ ഫാത്തിമ തഹ്ലിയ വിളക്ക് കത്തിച്ചതല്ലേ വിവാദമായത്? അതെ, ആയില്ലേ? അതിനെതിരെ ആയിക്കോട്ടെ, പക്ഷെ ഫാത്തിമ തഹ്ലിയ വിളക്ക് കത്തിച്ചില്ലേ? കത്തിച്ചു, പക്ഷെ അതിനെതിരെ മുസ്ലിങ്ങളിൽ ഒന്നോ രണ്ടോ പേര് പറഞ്ഞു കാണും. മുസ്ലിങ്ങളിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം ലീഗിന്റെ മന്ത്രി കഴിഞ്ഞ പ്രാവശ്യം അബ്ദുൾ റബ്ബ് പറഞ്ഞില്ലേ, ഞാൻ വിളക്ക് കത്തിക്കില്ല. മുനീർ സാഹിബ് അടക്കമുള്ളവർ, നമ്മുടെ ഡോക്ടർ മുനീർ സാഹിബ് അടക്കമുള്ളവർ വിളക്ക് കത്തിക്കാറില്ലേ? ഇനി രണ്ട്, നമ്മൾ അവരെ നിർബന്ധിച്ച് വിളക്ക് കത്തിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ തീവ്ര നിലപാടുള്ള ആൾക്കാരുണ്ടല്ലോ. ഇല്ലെന്ന് നമ്മുടെ ഇടയിലും ഇല്ലേ? നമ്മുടെ ഇടയിലും ഇല്ലേ? നമ്മളിടയിൽ എന്ത്, നമ്മളിപ്പോ അവരെ നമ്മുടെ ഇടയിലും തീവ്ര നിലപാടെടുക്കുന്നവരുണ്ട്, ക്രിസ്ത്യാനികളുടെ ഇടയിലും തീവ്ര നിലപാടെടുക്കുന്നവരുണ്ട്, മുസ്ലിങ്ങളുടെ ഇടയിലും തീവ്ര നിലപാടെടുക്കുന്നവരുണ്ട്. നമുക്ക് പരസ്പരം ഒരു ബാലൻസ് കണ്ടെത്തി പോയില്ലെങ്കിലേ ഈ രാജ്യം എങ്ങനെ നിലനിൽക്കും? അങ്ങൊന്ന് ആലോചിച്ച് നോക്കി, ഈ രാജ്യമേ എങ്ങനെയല്ല നിലനിൽക്കുക? ഈ ഒരു ബാലൻസ് പിടിച്ച് പോകാനല്ലാതെ വേറെ എന്താ നമുക്ക് വഴി? ഇത് നമ്മൾ ബ്രാഹ്മണർ ചെയ്യേണ്ട ജോലി കൂടല്ലേ? അതായത് ബ്രാഹ്മണർ പറഞ്ഞുകൊണ്ടല്ല, നമ്മളാണ് സമൂഹത്തിൽ പണ്ട് മുതലേ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നത്, സമൂഹത്തിൽ മുന്നോട്ട് നിന്നിരുന്നത്. ഈ ഒരു ബാലൻസ് പിടിച്ചു പോകാതെ നമുക്ക് വേറെ എന്താ വഴി? അങ്ങൊന്ന് ആലോചിച്ച് നോക്കുക, വേറെ എന്ത് ചെയ്യാനാണ് നമുക്ക്? വേറെ എന്താ ചെയ്യാൻ പറ്റുക നമുക്ക്? നമ്മൾ പിടിക്കാം, പക്ഷെ എല്ലാരും പിടിക്കണം ബാലൻസ്. നമുക്ക് നമ്മളും പിടിക്കണം, എല്ലാരെയും കൊണ്ടും. 2047 ഞങ്ങൾ ഭരിക്കും എന്ന് പറയുന്ന ആൾക്കാരെ കൊണ്ട് ബാലൻസ്. അതേപോലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുണ്ട്, ഇല്ലെന്ന് ആരും പറയണില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് 4 പേര് പോയി മറ്റേ പാകിസ്ഥാന്റെ കേരളത്തിൽ നിന്ന് പോയി പാകിസ്ഥാൻ ആർമിയുടെ വെടിയേറ്റ് മരിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? എല്ലാരിലും തീവ്ര സ്വരക്കാരുണ്ട്. എന്റെ ഏക റിക്വസ്റ്റ്, എന്റെ അങ്ങയോടുള്ള റിക്വസ്റ്റ്, പ്രത്യേകിച്ച് ബ്രാഹ്മണ സമൂഹത്തിന്, ഹിന്ദു സമൂഹത്തിന് വലിയൊരു മൂല്യമുണ്ട്, അറിയാലോ. ഇനി അല്ലെന്ന് പറഞ്ഞിട്ടുണ്ട കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോ നമ്മൾ ചെയ്യേണ്ടത്, ഒരു കയ്യിൽ ഹിന്ദു താല്പര്യങ്ങൾ, ഒരു കയ്യിൽ എല്ലാവരുടെയും താല്പര്യങ്ങൾ എന്നൊരു ബാലൻസ് പിടിച്ചു പോകാതെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം നിലനിൽക്കില്ല. ഇത് മാത്രമാണ് അല്ല, ഇതാണ് അയ്യപ്പന്റെ പാത. ഇനി അങ്ങ് സംഘത്തെ ഇഷ്ടമുള്ള ആളാണല്ലോ. RSSന്റെ പാത എന്താ? ഇതുകൊണ്ടാണ് RSSന് ഒരു മുസ്ലിം രാഷ്ട്രീയ മഞ്ചുള്ളത്, RSSന് ഒരു ക്രിസ്ത്യൻ രാഷ്ട്രീയ മഞ്ച് അല്ലെങ്കിൽ ഈസായി രാഷ്ട്രീയ മഞ്ചുണ്ട്. നമ്മള് മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും എതിരാന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മളെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മളെ ഹിന്ദുക്കൾക്കെതിരെ അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങൾക്ക് എതിരെ മാത്രമേ ഉള്ളൂ നമ്മൾ പ്രവർത്തിക്കുന്നത്. മുസ്ലിങ്ങൾക്കെതിരെ ആരെയും പറഞ്ഞില്ല. ഈ ഒരു നമ്മുടെ മുസ്ലിം ലീഗ് ഒക്കെ എത്ര മോഡറേറ്റ് ആയിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ പോണത്. ഞാൻ പറഞ്ഞില്ല, അങ്ങ് കണ്ടില്ലേ, ബ്രാഹ്മണൻ കൂടിയായിട്ട് ശ്രദ്ധിച്ചാണല്ലോ, ഗണപതി ഹോമമാണ് അവർ ഹിന്ദുക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത വീട് ചെയ്യുന്നത്. ഷാജി പറഞ്ഞതോ അദ്ദേഹം മറ്റൊരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതാണ്, മുസ്ലിങ്ങൾ ഒരുപാട് വേട്ടയാടപ്പെടുന്നു, ഇസ്ലാമോഫോബിയ ഉള്ള നാടാണ്. അപ്പം KM ഷാജി പറഞ്ഞത്, ആ മതമാണ് ഞങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത്. കാര്യം ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ മുസ്ലിം എന്ന പേര് തല്ലി കൊന്നിട്ടില്ലേ? കൊന്നിട്ടില്ലേ? ജയ് ശ്രീറാം വിളിക്കാത്തതിന് അടി ഉണ്ടായിട്ടില്ലേ? ആടിന്റെ ഇറച്ചി വെച്ചു, ആടിന്റെ ഇറച്ചിയാണ് വെച്ചത്, പക്ഷെ പശുവിന്റെ ഇറച്ചിയാണെന്ന് പറഞ്ഞ് അഖിലാക്കടക്കമുള്ളവർ മരിച്ചിട്ടില്ലേ? നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റാറില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാവരും തെറ്റ് ചെയ്തു എന്നല്ല അർത്ഥം. ഒരു ബാലൻസിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് പോവുക അല്ലാതെ നമുക്ക് ഇന്ത്യ അല്ലാതെ വേറെ രാജ്യമില്ല. ഈ രാജ്യത്തെ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. ഈ രാജ്യത്തിന്റെ ഒരു ബാലൻസ് നിലനിർത്തി എല്ലാരെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതിന്റെ ഉത്തരവാദിത്വം നമുക്കാണ്. പക്ഷെ ഞാൻ കേട്ടിടത്തോളം ഈ ആംഗില വിഷയത്തിൽ എന്താ എനിക്ക് കൂടുതൽ അറിയില്ല. ഇവരെ ഇപ്പൊ ഈ ലവ് ജിഹാദ് ഉണ്ടാവില്ലേ, അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? കൃത്യമായി പറയാം, നിർബന്ധിത മതപരിവർത്തനം സംഭവിക്കാറുണ്ട്. അതിന്റെ ഒരു വിക്റ്റിമാണ് മഹാത്മാഗാന്ധിയുടെ മോനായ ഹരിലാൽ പോലും. അതായത് സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ മകനായ ഹരിലാലിനെ ഹരിലാൽ അബ്ദുള്ള ഗാന്ധിയാക്കി അന്നത്തെ ചില ഇസ്ലാമിസ്റ്റ് തീവ്ര സ്വരക്കാര് മാറ്റി.
ഒരു സംശയവുമില്ല, സത്യമാണ്. തീവ്ര ഹിന്ദുത്വവാദികൾ ഗാന്ധിജിയെ കൊന്നു എന്ന് പറയുന്നത് പോലെ, ഹിന്ദുക്കളല്ല ഹിന്ദുത്വവാദികൾ കൊന്നു എന്ന് പറഞ്ഞതുപോലെ മഹാത്മാഗാന്ധിയെ പിന്നോട്ടടിക്കാൻ സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ മകനെ നിർബന്ധിത മതപരിവർത്തനം ചെയ്തിട്ടുണ്ട്. അത് ചരിത്ര സത്യമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ 3 പെൺകുട്ടികൾ പോയി. ആ 3 പെൺകുട്ടികളുടെ പേരാണ് നിമിഷ ഫാത്തിമ, സോണിയ സെബാസ്റ്റ്യൻ, മെറിൻ. പക്ഷെ ഈ 3 പെൺകുട്ടികൾ പോയതിന് 32,000 കുട്ടികൾ പോയി എന്ന് കള്ളം പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? 32,000 അയ്യോ അത് 32,000 കള്ളം പറഞ്ഞ 32,000 ഒന്നുമില്ല. പക്ഷെ ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ. ഞാൻ ഈ പറയുന്ന ഞാൻ നിൽക്കുന്ന സ്ഥലത്താണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു സങ്കേതം പ്രവർത്തിക്കുന്നത്. അതറിയോ? പൊന്നാനിയാണോ ഉദ്ദേശിക്കുന്നത്? പൊന്നാനിയാണോ? പൊന്നാനിയല്ല. ഞാൻ സാധാരണ പൊന്നാനിയാണ് പലപ്പോഴും ആൾക്കാർ കരിവാരി തീർക്കാറുള്ളത്. പൊന്നാനിക്ക് ഇപ്പൊ നല്ലൊരു MLA ആണ്, വളരെ മതസൗഹാർദ്ദവാദി ഒരു നൗഷാദ് ഉണ്ട്. അതുകൊണ്ട് ചോദിച്ചതാ. പൊന്നാനി ഒരു കേന്ദ്രം, അത് കഴിഞ്ഞ് വേറൊരു കേന്ദ്രം ഉണ്ട്, അത് ഇവിടെയാണ്. പക്ഷെ അങ്ങനെയുള്ള സ്ഥലത്ത് ഇഷ്ടംപോലെ കുട്ടികൾ കണ്ടിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇപ്പൊ കൂടെ ഞാൻ അങ്ങോട്ട് വളരെ സിമ്പിൾ ആയ ഒരു കാര്യം ചോദിച്ചോട്ടെ, വളരെ സിമ്പിൾ ആയിട്ട്. മോദിജിയെ വിശ്വാസമല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ദിവസത്തിന്റെ ഉള്ളിൽ ഞാൻ പറയട്ടെ, 2-3 ദിവസത്തിന്റെ ഉള്ളില് 2-3 മാസത്തിന്റെ ഉള്ളിൽ 2 കേസാണ് എന്റെ കുടുംബത്തിന്റെ ഉള്ളിൽ ഞാൻ പറയാം. അത് നമ്പൂരി കുട്ടികളെ. ശരി, ഞാൻ അങ്ങനെ പോയെങ്കിൽ 100% തെറ്റാണ്, സംശയമില്ല. ഞാൻ പക്ഷെ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. പ്രവർത്തിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നത് ശരിയാണ്. അവിടെയാണ് ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഞാൻ ഒരു കാര്യം, യഥാർത്ഥത്തിലെ നമ്മുടെ കുട്ടികള് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് എങ്ങനെ മതം മാറി പോകുന്നതിന്റെ പ്രധാന കാരണം എന്താ അറിയാവോ? നമ്മൾ അവർക്കൊരു ആത്മീയ പഠനം കൊടുക്കുന്നില്ല. ഞാൻ അഖിലാഹാദിയുടെ അടക്കം കേസ്, കുട്ടി ശ്രീനാരായണീയ ഈഴവ സമൂഹത്തിൽ പറഞ്ഞ കുട്ടിയാണ്. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിക്ക് ശ്രീനാരായണ ഗുരുദേവൻ ആരാന്നറിയില്ല. അല്ലെങ്കിൽ എന്റെ ഭാര്യ നായരാന്നറിയാമല്ലോ, എന്റെ ഭാര്യയ്ക്ക് മന്നത്തോത്തിനാവൻ ആരാന്നോ ചട്ടമ്പിസ്വാമി ആരാന്നോ അറിയില്ല. ഇതിന്റെ കാരണം എന്താ അറിയാമോ ചെയ്യും? നമ്മള് ക്രിസ്ത്യൻ മുസ്ലിം കുട്ടികൾക്ക് 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ആത്മീയ വിദ്യാഭ്യാസം കിട്ടാറുണ്ട്. അത് നമ്മളെ തെറ്റ്. പക്ഷെ ആ തെറ്റ് മുതലെടുത്ത് അത് ചെയ്യാൻ പാടില്ല. 100% ചെയ്യണത് ശരിയല്ല. അപ്പൊ അയ്യോ, അത് ഒരു ക്വസ്റ്റ്യൻ പോലും അല്ല, അത് 100% തെറ്റാ. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതേ ഈ മുഖ്യധാരാ മുസ്ലിങ്ങളെ കൂടെ ചേർത്ത്, മുഖ്യധാരാ ക്രിസ്ത്യാനികളെ കൂടെ ചേർത്ത് ഒരുമിച്ചൊരു ബാലൻസ് ഉണ്ടാക്കുകയല്ലേ. അങ്ങേക്ക് BJP ആണല്ലോ താല്പര്യം. ഒരു ഉദാഹരണം കൂടെ വെച്ച് ചോദിക്കാം. ആ ബാലൻസിന് വേണ്ടിയിട്ടല്ലേ രാജീവ് ചന്ദ്രശേഖർജി നമ്മുടെ കേരളത്തിലെ ക്രിസ്ത്യൻ കന്യാസ്ത്രീമാര് ജാർഖണ്ഡിൽ അറസ്റ്റിലായപ്പം ഫ്ലൈറ്റ് പിടിച്ചു പോയി അവരെ ജയിലിൽ നിന്ന് വിളിച്ച് തിരിച്ച് കോൺവെന്റിൽ കൊണ്ടുവിട്ടത്? എന്തെങ്കിലും ഒരു ബാലൻസ് വേണ്ടേ? നമ്മളും അതൊക്കെ ചെയ്തിട്ടും പക്ഷെ കാര്യം ഉണ്ടായില്ല. അറിയാമോ, ആത്മാർത്ഥമായിട്ട് ഞാനത് BJP കുറ്റായിട്ട് പറയില്ല, ആത്മാർത്ഥമായിട്ട് നമ്മളെക്കാട്ടി കൂടുതൽ പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ബോധമുള്ളവരാണ്. വേറൊന്നും കൊണ്ടല്ല, അവരുടെ രാജ്യത്ത് ന്യൂനപക്ഷമായിട്ട് ജീവിക്കുന്നുണ്ട്, അവർക്ക് ഇൻസെക്യൂരിറ്റി കൂടുതലാണ്. അവരെ ജെന്യുവൻലി പറഞ്ഞെടുത്ത് അവര് വിശ്വസിക്കും. ഇതിന്റെ പ്രശ്നം എന്താ അറിയാമോ? ഇപ്പം നമ്മുടെ PC ജോർജ് സാറ് പറയുന്നത് പോലെ മുമ്പ് പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പം നിന്ന് വോട്ട് മേടിച്ചു, ഒരു ദിവസം രാവിലെ ഇരുട്ടി വെളുത്തപ്പം BJP കാരനായി മുസ്ലിങ്ങളെല്ലാം ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസനീയത ഉണ്ടാവില്ല. ഞാൻ കൃത്യമായിട്ട് അങ്ങേക്ക് ഇഷ്ടമുള്ള 2-3 പേരെ വെച്ച് പറയാം. എനിക്ക് ശ്രീരാംപിള്ള സാറിന് ഇഷ്ടമാണോ എന്നറിയില്ല. സുരേഷ് ഗോപി ചേട്ടൻ, അല്ലെങ്കിൽ ശ്രീ സുരേഷ് ഗോപി എടുക്കുന്ന ലൈൻ, തൃശ്ശൂരിൽ അദ്ദേഹം ജയിച്ചത് എന്തുകൊണ്ടാണ്? ഒരുപാട് ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തു. എന്തുകൊണ്ടാണ്? സുരേഷ് ഗോപി അങ്ങനെ വർഗീയത വെച്ച് ആരെയും ഒന്നും മോശം പറയില്ല, ഞങ്ങൾ ക്രിസ്ത്യാനികളെ അകറ്റി നിർത്തില്ല. സുരേഷ് ഗോപി അങ്ങനെയല്ലേ ജയിച്ചത്? ശ്രീധരൻപിള്ള സാർ അങ്ങനെ ആയിരുന്നില്ലേ? ശ്രീധരൻപിള്ള സാർ മുമ്പത്തെ BJP പ്രസിഡന്റിനെ വെച്ചാൽ പറഞ്ഞത് ഒരു മതസൗഹാർദ്ദവാദിയായി. ഇങ്ങനല്ലാതെ ഒരു ഹിന്ദുവിനല്ലേ എല്ലാരെയും ചേർത്ത് നിർത്താനുള്ള ഉത്തരവാദിത്വം ഉള്ളത്? നമ്മളല്ലേ 80% ഈ നാട്ടിലെ. അതുകൊണ്ട് എല്ലാരെയും ഒരുമിച്ച് നിർത്തുകയും മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് നമ്മുടെ ഇതല്ലേ ഗാന്ധി ചെയ്ത്. ഇനി ഒരു കാര്യം കൗതുകം കൂടെ അങ്ങോട്ട് പറയട്ടെ. ഞാൻ പ്രത്യേകിച്ച് നമ്മൾ ഒരു സമുദായത്തിലായതുകൊണ്ട് അങ്ങ് കേൾക്കേണ്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ വളർന്നു വരുമ്പോഴേ നമുക്ക് ഈ സംവരണം എന്ന കാര്യത്തോട് ഭയങ്കര ദേഷ്യവും വിയോജിപ്പും തോന്നും. നമുക്ക് സംവരണം കിട്ടുന്നില്ല, പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം കിട്ടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ സംവരണം എന്താണെന്നും കൂടെ അങ്ങ് അറിയണം. നമ്മൾ ബ്രാഹ്മണരെ രക്ഷിക്കാൻ ഗാന്ധിജി ഉണ്ടാക്കിയ ഒരു സമവായമാണ്. അതായത് ബ്രിട്ടീഷുകാർ അംബേദ്കറോട് പറഞ്ഞു, ദളിതന്മാർ വേറെ വോട്ട് ചെയ്യും. അതായത് നമ്മുടെ ഹിന്ദുക്കളിലെ വലിയൊരു വിഭാഗം ദളിതാണ്, അറിയാമല്ലോ, OBC പിന്നോക്ക വിഭാഗങ്ങളാണ്. 1932 കാലഘട്ടത്തിൽ റാംസെ മക്ഡൊണാൾഡ് എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇന്ത്യക്കാരെ ഹിന്ദുക്കളെ വിഭജിക്കാനായിട്ട് കമ്മ്യൂണൽ അവാർഡ് എന്നൊരു കാര്യം കൊണ്ടുവന്നു. നമ്മളൊന്നും സ്കൂളിൽ പഠിക്കാത്ത പക്ഷെ പഠിക്കേണ്ട കാര്യമാണ്. ദളിതന്മാര് വേറെ വോട്ട് ചെയ്യണം, ഇതായിരുന്നു സാധനം. അപ്പം ഗാന്ധിജി പറഞ്ഞു, ഞാൻ മരിച്ചാലും ഹിന്ദുക്കളെ വിഭജിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഗാന്ധിജി ഒരു സത്യാഗ്രഹം കടന്നു. ആ സത്യാഗ്രഹത്തിന്റെ അവസാനം സമവായമായിട്ടാണ് നമ്മുടെ പിന്നോക്കക്കാർക്ക് സംവരണം കൊടുക്കാന്ന് പറഞ്ഞത്. അതിന് ഗാന്ധിജിയെ ദളിതന്മാർ ഇന്നും വിളിക്കുന്നത് ബ്രാഹ്മണരുടെ അടിമയെന്നാണ്. നിങ്ങൾ ബ്രാഹ്മണർക്ക് വേണ്ടി മരിക്കാൻ കിടന്നു എന്നുള്ളതാണ്. ഈ ബാലൻസ് ആണ് ഗാന്ധിജി ചെയ്തത്. വേറെ എന്ത് ചെയ്യും?
ദളിതനുണ്ട്, ബ്രാഹ്മണനുണ്ട്, നായരുണ്ട്, ഈഴവനുണ്ട്, ക്രിസ്ത്യാനുണ്ട്, മുസ്ലിമുണ്ട്. ഒരുമിച്ച് ഉം. എല്ലാരെയും കൊണ്ടുപോകണ്ടേ? വേറെ അല്ല എന്താ അതൊക്കെ ചെയ്യാൻ പറ്റുക? ശരി. സംവരണത്തിന്റെ കാര്യമൊക്കെ അതോടെ അത് ഓക്കെ. പക്ഷെ വേറെ ഒരു കാര്യം, സംവരണത്തിനുള്ള ഒരു കേസ് ഞാൻ പറയട്ടെ. ഇപ്പോ അച്ഛൻ ഡോക്ടറായ ഒരു എസ് സിക്കാരൻ, അമ്മയും ഡോക്ടറായ ഒരു എസ് സിക്കാരൻ, ആ എസ് സിക്കാരന്റെ മകൻ എന്തിനു സംവരണം കൊടുക്കണം? അത് കൊടുക്കണം. അതിന്റെ കൃത്യ കാര്യം പറയാം. ഞാൻ കൃത്യമായിട്ട് ഉം. അങ്ങോട്ട് കണക്ക് വെച്ച് പറയാം. ഉം. അതായത് എന്തിനാണ് സംവരണം കൊടുത്തതെന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് അങ്ങ് ജീവിതത്തിൽ ഇതേവരെ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഞാൻ അല്ല കൃത്യം ഒരു വരി മറുപടി പറയാം. ഒറ്റ വരി എനിക്ക് തന്നേക്കാമോ ജി? അത് കട്ടായി പോയി. സോറി, ക്ഷമിക്കണം. അത് അതിന്റെ വേറൊരു ഒറ്റ കാര്യം, വരിയിൽ അങ്ങേക്ക് കൺവിൻസ്ഡ് ആകുന്ന മറുപടി തരാം. ഒറ്റ വരിയിൽ കൺവിൻസ്ഡ് ആകുന്ന മറുപടി ഒരു തരാം. മിനിറ്റ്. ആ, ശരി. ഉം. നമ്മൾ നിങ്ങൾ പറഞ്ഞ ബ്രാഹ്മണർ This കാര്യങ്ങൾ call is എനിക്ക് now being മറന്നു recorded. റെക്കോർഡ് ചെയ്യാം. തീർന്നു. പറയൂ. നമ്മൾ ബ്രാഹ്മണർ ഇന്ത്യയിൽ എത്ര ശതമാനം ഉണ്ടെന്ന് അറിയാം? ആകെ ബ്രാഹ്മണർ പരമാവധി ഇന്ത്യയിലോ? ഇന്ത്യയിൽ. കേരളത്തിൽ 1% എന്നറിയാലോ. ഇന്ത്യയിൽ എല്ലാം കൂടെ ഇന്ത്യയിലൊരു 5-10%. 5-നും ഉം, 10-നും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ശതമാനമേ ഉള്ളൂ. ഉം, ഗാന്ധിജി നോക്കിയപ്പോ അന്ന് ഇത്രയും പോലും ഇല്ല. അന്ന് പാകിസ്ഥാനും ബംഗ്ലാദേശും കൂടെ നമ്മളോടൊപ്പമാണ്. ഉം, ഗാന്ധിജി നോക്കിയപ്പം ഹിന്ദു ഐക്യം തകർക്കാനാണ് ബ്രിട്ടീഷുകാര് ഇത് കൊണ്ടുവരുന്നത്. അങ്ങനെ ബ്രാഹ്മണരെയും ദളിതരെയും 2 തട്ടിലാക്കി നമ്മളെ പരസ്പരം തമ്മിൽ തല്ലിപ്പിക്കാനാ ചെയ്യുന്നത്. അങ്ങനെയാണ് ഉം, ഗാന്ധിജി പറഞ്ഞത് പൂന പാക്ട് വേണം. ഇതിനെ വിളിക്കുന്ന പേര് പൂന പാക്ട് എന്നാണ്. ഏർവാദ ജയിലിൽ ഗാന്ധിജി മരണം വരെ സത്യാഗ്രഹം കിടക്കും. നമ്മൾ ബ്രാഹ്മണർക്ക് വേണ്ടിയാണ് സത്യാഗ്രഹം കിടക്കുന്നത്. ബ്രാഹ്മണ ഉം. താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, ഹിന്ദു ഐക്യം സംരക്ഷിക്കാനായി ഗാന്ധിജി സത്യാഗ്രഹം കിടക്കും. ഇനി അങ്ങ് ചോദിച്ചല്ലോ, ഡോക്ടറായ SC ST അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും എന്തിനാണ് സംവരണവും? കാരണം സംവരണം സാമ്പത്തികമായൊരു വിഷയമല്ല. സംവരണം ഇവർക്ക് ചരിത്രപരമായി പിന്നോട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് സാമൂഹികമായി റെപ്രസെന്റേഷൻ, പ്രാതിനിധ്യം കൊടുക്കാനാണ്. അങ്ങ് ഇന്ന് നോക്കിയേ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ എത്ര ദളിതരുണ്ട്? നമ്മുടെ കോടതി ജഡ്ജിമാരില്, ഇന്റലിജൻസില്, ഹയർ ഒഫീഷ്യൽസില് വളരെ കുറവാണ്. ഇത് അറിയാവുന്നോണ്ടല്ലേ മോദിജി ഗവൺമെന്റ് പോലും അതെടുത്തു മാറ്റിയില്ല. പകരം എന്ത് ചെയ്തു? 10% നമ്മൾ മുന്നോക്കക്കാർക്കും കൂടെ, മുന്നോക്കക്കാരിലെ പാവപ്പെട്ടവർക്ക് സംവരണം തന്നു. ഈ ബാലൻസിലല്ലേ ഇന്ത്യക്ക് പോകാൻ പറ്റൂ? അല്ല അതൊക്കെ അതെ, BJP സംവരണത്തിന് എതിരൊന്നുമില്ല, സംവരണത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ. കാരണം നമുക്ക് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. കാരണം കൊടുത്തോട്ടെ, സാമ്പത്തികമായിട്ട് കൊടുത്തു. പക്ഷെ ഒരു ലെവലിലെത്തി നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു അച്ഛന്റെയും അമ്മേന്റെയും മകന് പിന്നെയും സംവരണം കൊടുക്കണതിന്റെ അല്ല, എന്റെ ആവശ്യമില്ല. കാരണം റീസൺ അവർ എന്താ അറിയോ ഓൾറെഡി ജി? ഇവര് അവർ ചരിത്രപരമായി ഓൾറെഡി അല്ല, അവർ ഓൾറെഡി ഇപ്പൊ 2 ഡോക്ടറെ മകൻ എന്ന് പറയുന്ന വ്യക്തി 2 ഡോക്ടറായ സമൂഹത്തിന്റെ നിലയിൽ ഉണ്ടാവില്ലേ? അവരെ മകന് പിന്നെ എന്തിനു കൊടുക്കണോ സംവരണം? അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇഷ്ടം പോലെ ഇവർ ആയിട്ടുണ്ടല്ലോ, അവരുടെ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുള്ള അവരുടെ മകന് എന്തിനു കൊടുക്കണം? അവരും ഇപ്പൊ നാട്ടിൽ നിലവിലുള്ള ആൾക്കാരല്ലേ. പിന്നെ ഒരു കാര്യം പറയുന്നത്, ഇവര് ഇപ്പൊ ഈ പല സർക്കാർ ഉദ്യോഗസ്ഥന്മാരും, നിങ്ങൾ പോയിട്ടുണ്ടോ എനിക്കറിയില്ല, സർക്കാർ ഓഫീസുകളിലും കാര്യങ്ങളിലും അവിടെ പോകുമ്പോൾ നമ്മളെ മുതിർന്ന ജാതിയിലുള്ള ആൾക്കാരെ കാണുമ്പോൾ അവരുടെ ബിഹേവിയർ ണ്ടോ? പല ചില ആൾക്കാർക്ക് ആൾക്കാരുടെ പ്രശ്നമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഉണ്ട്. ചില അവര് ആൾക്കാർക്ക് ചെയ്ത് പ്രശ്നമുണ്ട്. അവര് നമ്മളോട് ഒരു എന്താ പറയാ, അവജ്ഞയോട് കൂടിയിട്ടാണ് അവര് കാണുക. കാരണം പണ്ടുള്ള എനിക്ക് കാര്യങ്ങളാണ്. സംഭവിച്ച ഒരു എന്താണ് സംഭവം അങ്ങോട്ട് പറയട്ടെ. അങ്ങേക്ക് ഈ ഒറ്റ വരിയിൽ പറയാം. ഇതേപോലെ ഞാന് ഒരു പുലയ സമുദായത്തിന്റെ വലിയ നേതാവിനെ ഉം, കാണാൻ പോയി. ആ പേര് ഉം, പറയുന്നില്ല, ഇപ്പം ജീവിച്ചിരിക്കുന്ന ആളാണ്. ഞാൻ ഉം, 11 മണിക്ക് വരുമെന്ന് പറഞ്ഞു. ഞാൻ കൃത്യം ഒരു 10:55 അല്ലെങ്കിൽ 11 റേഞ്ചിൽ തന്നെ എത്തി. ഞാൻ ഉം, എന്നിട്ട് ഫ്രണ്ടിൽ, വീട്ടിൽ വലിയ വീടൊന്നുമല്ല, ചെറിയൊരു വീടാണ്. വീട്ടിന്റെ വെളിയിൽ, അതായത് തിണ്ണയിലിരിക്കുകയാണ്. പുള്ളി 5 ഉം, മിനിറ്റായി, 10 മിനിറ്റായി, 15 മിനിറ്റായി, 20 മിനിറ്റായി, 25 മിനിറ്റായി, പുള്ളി വരുന്നില്ല. അപ്പം ഞാൻ 2-3 പ്രാവശ്യം പറയുന്നില്ല, എനിക്ക് 11 മണിക്ക് അദ്ദേഹത്തെ കാണാൻ. അത് വളരെ മുതിർന്ന ഒരാളാണ്. നമ്മൾ ഈ ഹിന്ദു ഉം, ഐക്യവും ഹിന്ദു പാർലമെന്റിന് വേണ്ടി പോയതാ. കുറച്ച് ഉം, കഴിഞ്ഞപ്പോൾ ഞാനപ്പോ എന്താ സംഭവിക്കുന്നത് ഇങ്ങനെ ജസ്റ്റ് സൈഡിലോട്ട് ഇറങ്ങി. അപ്പൊ സൈഡിൽ ഉം, നിന്ന് അപ്പുറത്തെ മുറിയിൽ പറയുന്നത് എനിക്ക് കേൾക്കാം. അപ്പൊ ഈ നേതാവ് മകനോട് പറയുകയാണ്, ഉം, ബ്രാഹ്മണൻ വന്നിരിക്കുകയാണ്, കുറച്ചു നേരം എന്നെ കാത്തിരിക്കട്ടെ. നമ്മുടെയൊക്കെ ഉം, പൂർവികർ അങ്ങനെ ഒരുപാട് കാത്തിരുത്തിയിട്ടുള്ളതല്ലേ. പക്ഷെ എനിക്കത് 2 രീതി റിയാക്ട് ചെയ്യാം. ഒന്നെങ്കിൽ ഉം, എനിക്കത് ദേഷ്യം തോന്നാം. 2, ഉം. അവരുടെ മനസ്സിലെ വിഷമമാണ്. നൂറ്റാണ്ടുകളിൽ അവരനുഭവിച്ച വേദനയാണ്. അരമണിക്കൂർ ഞാൻ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ കുറച്ചെങ്കിലും വേദനയും വിഷമവും കുറയുന്നെങ്കിൽ കുറഞ്ഞു പോട്ടെ എന്നങ്ങ് വിചാരിക്കണം. അല്ലാതെ വേറെ എന്ത് ചെയ്യാനാ? അതല്ല, നമ്മള് ചെയ്യാത്ത ഒരു കുറ്റത്തിന് നമ്മളെന്തിനു പക്ഷെ ഇപ്പൊ ഈ എന്തായാലും ഇവർ ഒരുപാട് ഉം. ബുദ്ധിമുട്ടിയെന്ന് അങ്ങേക്ക് അറിയാലോ. അതിന് പണ്ടുള്ള ലോകത്തിൽ ആൾക്കാര് ബുദ്ധിമുട്ടിന് നമ്മളെന്ത് തെറ്റ് അതെ, ചെയ്തെന്നാ ഇല്ലെന്നല്ല. ചോദിക്കുന്നത്. പക്ഷെ അല്ല, ഓർക്കേണ്ടതേ, വിവേകാനന്ദ സ്വാമി പോലും നമ്മുടെ നാടിനെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് ഈ ജാതീയത കാരണമാണ്. അപ്പൊ നമ്മൾ ഒരു അരമണിക്കൂർ എക്സ്ട്രാ കാത്തിരുന്ന അവരുടെ മനസ്സിലെ വിഷമവും വേദനയും കുറയുമെങ്കിൽ അതങ്ങ് ഉം. കുറഞ്ഞോട്ടെ. ഇനിയും ഒരു കാര്യം കൂടെ പറയാം. തമിഴ്നാടുമായിട്ട് ബന്ധമുണ്ടോന്നല്ല, പെരിയാർ രാമസ്വാമി നായ്ക്കർ എന്നൊരാളുണ്ടായിരുന്നു. ആ, കേട്ടിട്ടുണ്ടോന്നറിയില്ല. കേട്ടിട്ടുണ്ട്, പക്ഷേ കേട്ടിട്ടുണ്ട്. ബ്രാഹ്മണനെയും പാമ്പിനെയും കണ്ടാൽ ആദ്യം ബ്രാഹ്മണനെ കൊല്ലണം
എന്ന് പറഞ്ഞ ഒരാളാണ്. അതായത് പിന്നെ മറ്റേ രാമായണം കത്തിക്കണം, ഗണപതിയുടെ വിഗ്രഹം അടിച്ചു പൊളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് പ്രാന്താണെന്ന് പറഞ്ഞ നെഹ്റു കറക്റ്റ് കറക്റ്റ് അയാൾക്ക് ഇയാളെ ഭ്രാന്താസ്ത്രീയിൽ അഡ്മിറ്റ് ചെയ്യണമെന്നാണ് നെഹ്റു പറഞ്ഞത്. അതായത് നെഹ്റുവിനെ പോലെ മറ്റേ ലെഫ്റ്റ് ലിബറൽ. പക്ഷേ വ്യത്യാസം എന്താ അറിയാമോ? വ്യത്യാസം ഗാന്ധിജി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പറയില്ല. ഗാന്ധിജി എന്താ രാമസ്വാമി നായ്ക്കരോട് പറയായിരുന്നു, രാമസ്വാമി നായ്ക്കരെ, നിങ്ങളുടെ പേര് പോലും രാമൻ എന്നാണ്, നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് അത്ര സ്നേഹത്തോടെ രാമൻ വിട്ടതാണ്, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, വിട്ടുകളാ, നമുക്ക് ഒരുമിക്കാം. ഗാന്ധിജി ജീവിച്ചിരുന്നെങ്കിൽ അംബേദ്കറിനെ ഒരുപക്ഷെ ഹിന്ദു മതത്തിൽ നിന്ന് പോകാൻ സമ്മതിക്കൂലായിരുന്നു. ഗാന്ധിജി അംബേദ്കറിന്റെ വീടിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിരാഹാര സത്യാഗ്രഹമൊക്കെ ഇരുന്ന് അംബേദ്കർ തിരിച്ചു വരണം, അംബേദ്കർ നമ്മളോടൊപ്പം നിൽക്കണം. ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാനല്ലേ പറ്റൂ. എന്തുകൊണ്ടാ അവസാനം അംബേദ്കർ നമ്മളെ വിട്ടുപോയത്? നമ്മുടെ ഇടയിൽ അത്ര കടുപ്പമായ ജാതീയതയുണ്ട്. നമ്മൾ കേരളത്തിൽ താമസിക്കുന്നുണ്ടാ പലപ്പോഴും അറിയാത്ത. അങ്ങേക്ക് ഇപ്പോഴും തമിഴ്നാടിന്റെ ഉൾഗ്രാമങ്ങളിലോ നോർത്ത് ഇന്ത്യയുടെ ഉൾഗ്രാമങ്ങളിലോ പോയാൽ എന്താ പറയണേ, ജാതി കൊലകളും ജാത്യാഭിമാനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ പ്രശ്നം എന്താ? ഇത് ആര് സോൾവ് ചെയ്യും? നമ്മൾ നേതൃത്വം എടുത്ത് സോൾവ് ചെയ്യണം. ഞാൻ പെരിയൂർ രാമസ്വാമി നായ്ക്കരുടെ ആൾക്കാരുടെ ഒരു പരിപാടിക്ക് തമിഴ്നാട്ടിൽ പോയി. ഞാൻ എന്നിട്ട് പുള്ളിയോട് പറഞ്ഞു, എന്താ പുള്ളിക്ക് സംഭവിച്ചെന്ന് അങ്ങേക്ക് അറിയാവോ? അറിഞ്ഞിരിക്കേണ്ടതാണ്, ഒരു ബ്രാഹ്മണൻ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ്. പുള്ളി ചെറിയ പ്രായത്തിൽ വിശ്വാസിയായിരുന്നു. പുള്ളി കാശിയിൽ പോയി, നമ്മുടെ വാരണാസി. വിശന്നപ്പോ, അതായത് പുള്ളിക്ക് വിശന്നു, കൊച്ചു പയ്യനല്ലേ, വിശന്നപ്പോ അവിടെ വീട്ടുകാരുടെ കൂടെ പോയത്. ഇവൻ പെട്ടെന്ന് ഒരു ഊട്ടുപുരയിലോട്ട് ഓടിക്കേറി. ഊട്ടുപുരയിലോട്ട് ഓടിക്കേറിയപ്പോ അത് ബ്രാഹ്മണർക്ക് മാത്രമുള്ള ഊട്ടുപുരയായിരുന്നു. അവിടെ നിന്ന് ഇയാളെ പിടിച്ച് തെള്ളി, ഇയാൾ വെളിയിൽ വീണു. ഇതാണ് കഥ. ചിലപ്പം തെള്ളി കാണില്ല, ചിലപ്പോൾ മാറി നിൽക്കാൻ പറഞ്ഞേ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതാണ് ആ നെറേറ്റീവ്. അതായത് പുള്ളി ചെറിയ പ്രായത്തിൽ ആ നേരിട്ട വിവേചനം കാരണമാണ് ഏറ്റവും വലിയ ഹിന്ദു വിരോധിയും ബ്രാഹ്മണ വിരോധിയും ഒക്കെ ആയത്. അപ്പൊ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക്. ഇപ്പം തിരിച്ചാലോചിച്ച് നോക്കി, ഒറ്റ വരി ആലോചിച്ച് നോക്കിയേ, ക്ഷേത്രപ്രവേശന വിളംബരം നടന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ വലിയൊരു ശതമാനം ഈഴവാദി പിന്നോക്കങ്ങൾ മതം മാറിപ്പോയേനെ. ഒരു സെക്കൻഡ് ആലോചിച്ചു, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരു മന്നത്ത് പത്മനാഭനും ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുദേവനും ഇല്ലായിരുന്നെങ്കിൽ ഹിന്ദുക്കൾ ഉണ്ടാവുമായിരുന്നു. ഞാനും താങ്കളും പറയും നമ്മൾ 1% ഹിന്ദുക്കളെ ചെയ്തത് വെറു വിഷളത്തരാണ്, അല്ലാതൊന്നും നമുക്ക് പറയുന്നില്ല. പക്ഷെ അതും പറഞ്ഞിട്ട് ഇപ്പൊ ഉള്ള ഈ 1% നമ്മളെ ദ്രോഹിക്കരുത്. സത്യമാണ്, നമ്മളെ ദ്രോഹിക്കണം, എന്തിനും ഏതിനും. നമ്മൾ സംശയമില്ല. ഒരാളെ ബുദ്ധിമുട്ടിക്കാതെ നമ്മളെ കാര്യം നോക്കി എങ്ങനെയെങ്കിലും ശാന്തിയോ പൂജയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ട് ഗവൺമെന്റിൽ കിട്ടില്ല, പ്രൈവറ്റ് ജോലിയോ നോക്കി ജീവിക്കുന്ന നമ്മളെ എന്തിനും എല്ലാത്തിനും നമ്മളെ കയറി മേയണം എന്നുള്ളതാണ് എന്റെ ചോദ്യം. സത്യമാണ്. പക്ഷെ അങ്ങ് ഓർക്കേണ്ട ഒരു കാര്യം, അങ്ങ് ഓർക്കേണ്ട ഒരേ ഒരു കാര്യം എന്താ അറിയാം? അല്ല, 2000-ഓ 3000-ഓ വർഷമായിട്ട് ശ്രീജിത്ത് പണിക്കർ ഇതാക്കി വിട്ട അംബേദ്കറിസ്റ്റില്ലേ, എന്താണ് പേര്? നമ്മുടെ ശ്യാംകുമാറുണ്ട്, ആളുകൾ എന്ത് പറഞ്ഞ അവസാനിപ്പിക്കുമ്പോഴും ബ്രാഹ്മണരിസം അല്ല, എന്താണ് ബ്രാഹ്മണ്യം ബ്രാഹ്മണിക്കൽ, അവര് പറയുന്ന ബ്രാഹ്മണിക്കൽ എന്നാണ്. ഞാനും പുള്ളിയോട് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് പറയേണ്ട കൃത്യമായിട്ടൊരു നിലപാട് പറയാം. അത് എന്റെ നിലപാടല്ല, ഗാന്ധിജിയുടെ നിലപാടാണ്. ഗാന്ധിജി അംബേദ്കറെ കുറിച്ച് പറയണത് എന്താ അറിയാമോ? അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കുന്നില്ല, അത് തന്നെ അംബേദ്കറിന്റെ ഭാഗത്തു നിന്നുള്ള ആത്മനിയന്ത്രണമാണ്. അതായത് ആലങ്കാരികമായിട്ടാണ് അതിനർത്ഥം, അംബേദ്കർ തലതല്ലി പൊളിക്കണമെന്നല്ല, ആലങ്കാരികമായി പറയാണ്, അംബേദ്കർ നമ്മുടെ ഒന്നും തല തല്ലി പൊളിക്കുന്നില്ലല്ലോ, അത് തന്നെ അംബേദ്കറുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആത്മനിയന്ത്രണമാണ്. അത് പറയുന്നതിന്റെ അർത്ഥം അവര് നൂറ്റാണ്ടുകളിൽ വേദനയും വിഷമവും അനുഭവിച്ചു. നമ്മളിപ്പം കഴിഞ്ഞ ഒരു 50-ഓ 60-ഓ വർഷമായിട്ട് നമുക്ക് എന്താ പറയണ സപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് വിഷമം ഉണ്ടാവുന്നില്ലേ? അപ്പൊ ഒരു 2000 വർഷമായി അരികു ചേർത്തപ്പെട്ടവർ, നമ്മൾ വരുമ്പം വഴിമാറി നടക്കേണ്ടവർ, ജാതിയിൽ കുറഞ്ഞു എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയെന്നവർ, അവർക്ക് എന്ത് വിഷമം ഉണ്ടാവും? യഥാർത്ഥത്തിൽ അങ്ങ് ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? ശ്രീനാരായണ ഗുരുദേവൻ ഒരു ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ചില്ലായിരുന്നെങ്കിൽ, ചട്ടമ്പി സ്വാമിയും മന്നത്തും നായർ സമൂഹത്തെ പിടിച്ചു നിർത്തിയില്ലായിരുന്നെങ്കിൽ, ഇന്ന് നമ്മൾ ഹിന്ദുക്കൾ എന്ന് പറയുന്ന 1% കുറഞ്ഞേനെ. പോട്ടെ, 1 ഒരു 5% ഉണ്ടാവും. ബാക്കി എല്ലാവരും കൂടെ ചേർത്ത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ നമ്മുടെ നവോത്ഥാന നായകന്മാരില്ലായിരുന്നെങ്കിൽ ഇവരാരും ഇല്ലാതാവും. നമ്മുടെ ബ്രാഹ്മണരിൽ നിന്ന് ഒരാൾ പോലും ഇല്ല. ഉള്ള ഒരു ബ്രാഹ്മണ നമ്പൂതിരി കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു EMS. അപ്പൊ ഈ ഹിന്ദു ഫ്രെയിംവർക്ക് താങ്ങി നിർത്തേണ്ട ജോലി നമുക്കല്ലേ? അതോടൊപ്പം തീർന്നില്ല, അതോടൊപ്പം മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും. ഇപ്പൊ അങ്ങനെയല്ലേ വാജ്പേയിജിയെ, നമ്മുടെ അബ്ദുൽ കലാം അല്ലേ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രശ്നം? അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തോളൂ, നല്ല ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം. നല്ല ആൾക്കാരെ തന്നെ വേണം. ഇപ്പൊ ഒരു ജിഹാദിസം ഇല്ല എന്നൊക്കെ നിങ്ങള് ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ധർമ്മയുദ്ധം അല്ലെങ്കിൽ സ്ട്രഗിൾ. എന്തോ ആയിക്കോട്ടെ,
അതൊക്കെ അർത്ഥം അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ അവര് ചെയ്യുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതൊക്കെ അവിടെയാണ് കാണുമ്പോൾ ഞാൻ തന്നെ ഞാൻ 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 കൗതുകം ആ, അങ്ങേക്ക് താല്പര്യമുള്ള ഒരു കാര്യം പറയാം. ഗാന്ധിജി ഉം, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ലോഞ്ച് ചെയ്യുമ്പോൾ, അതായത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളിലൊന്നാണ്, ഗാന്ധിജി പറയുന്നത് ഇത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള എന്റെ ജിഹാദാണെന്നാണ്. അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നത്. ഇനി ഒരു കൗതുകം കൂടി പറയാം. മോദിജിയെ ഇഷ്ടമാണല്ലോ, എന്തായാലും തർക്കമില്ലല്ലോ. നമ്മുടെ ഉം, പഹൽഗാം ആക്രമണത്തിന് ശേഷം, അതായത് ഉം, ഹിന്ദുക്കളാണോ എന്ന് നോക്കി കൊന്ന് 20-ലധികം ആൾക്കാർ ഭരിച്ച പെഹൽഗ്രാം ആക്രമണത്തിന് ശേഷം ലോകത്തോട് ഇന്ത്യ നമ്മുടെ നിലപാട് പറയാൻ മോദിജി കുറെ ആൾക്കാരെ വിട്ടു. നമ്മുടെ ശശി തരൂർ ഒക്കെ. ആ ശശി ഉം. തരൂറിന്റെ ടീമിലുള്ള ഉമർ ആളാണ് അബ്ദുള്ള ഉണ്ടായിരുന്നു. അതെ ഉമർ അബ്ദുള്ള. എം ജെ അക്ബർ. ഏറ്റവും പ്രോമിനന്റ് മുസ്ലിം അതിലുണ്ടായിരുന്ന ആള് എം ജെ അക്ബർ എന്നൊരാളാണ്. ഉം, മോദിജിയുടെ മന്ത്രിയായിരുന്നു. മറ്റേ ഇന്ത്യ ടുഡേയുടെ ഒക്കെ വലിയ പത്രാധിപനാണ്. എം ജെ അക്ബർ ഉം. പറയണത് എന്താ അറിയാം? ലോക ചരിത്രത്തിലെ ആദ്യ അമുസ്ലിം ജിഹാദിയാണ് മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ. ജിഹാദ് എന്ന് പറഞ്ഞാൽ നമ്മൾ ധർമ്മയുദ്ധം എന്ന് പറയില്ലേ, ക്രിസ്ത്യാനികൾ ക്രൂസൈഡ് എന്ന് പറയില്ലേ, നമ്മൾ ഈ മുസ്ലിങ്ങളെ പുറകെ നടന്ന് പ്രകോപിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് ഗുണമാണുള്ളത്? തിരിച്ച് ആലോചിച്ചേ, നമുക്ക് ആര് ഫോക്കസ് ചെയ്യേണ്ട പ്രകോപിപ്പിക്കുന്നു? ഞാൻ പറയട്ടെ, അവരിങ്ങോട്ട് പ്രൊവോക്ക് ചെയ്യുമ്പോഴേ നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നത്. അങ്ങൊന്ന് ആലോചിച്ച് അവര് നോക്കിയേ. ഒരു നിമിഷം, ഇന്ത്യയുടെ വെളിയിൽ എവിടെങ്കിലും താമസിച്ചിട്ടുണ്ടോ? ഞാന് ഒരു ഉദാഹരണം ദുബായ് എന്തായാലും താമസിച്ചു എന്നിരിക്കട്ടെ. ഒരു നിമിഷത്തേക്ക് ഇന്ത്യയുടെ താങ്കളെ, എവിടെ താമസിച്ചിട്ടില്ല. അല്ല, ഞാൻ ജസ്റ്റ് നമുക്ക് കേരളത്തിൽ ഇന്ത്യയുടെ വെളിയിൽ, താമസിച്ചു. നമ്മളൊരു ഉം, മിഡിൽ ഈസ്റ്റ് രാജ്യത്ത് ജീവിക്കുകയാണ്, ദുബായിലോ സൗദി അറേബ്യയിലോ അല്ല. ഉം. എല്ലാ ദിവസവും രാവിലെ സോഷ്യൽ മീഡിയ തുറന്ന ഹിന്ദുക്കൾ മോശക്കാരാണ്, ഹിന്ദുക്കൾ ഞങ്ങളുടെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു, ഹിന്ദുക്കൾ നമ്മുടെ സ്ഥലം തട്ടിക്കൊണ്ടു പോകുന്നു, ഹിന്ദുക്കൾ മോശമാണെന്ന് പറയുമ്പോൾ ആ ജനതയ്ക്ക് ഒരു അരക്ഷിത ബോധം ഉണ്ടാവില്ലേ? നമ്മുടെ മുസ്ലിം സഹോദരന്മാർ നമ്മുടെ നാടിനോട് ചേർന്ന് ഭാരത് മാതാ കി ജയ് പറയുന്നതല്ലേ നമ്മുടെ മോദിജി? ഭാരത് മാതാ കി ജയ് തന്ന ഒരു മുസ്ലിമാണ് അസീമുള്ള ഖാൻ. ജയ് ഹിന്ദ് തരുന്ന ഒരു മുസ്ലിമാണ് ആബിദ് ഹസൻ സഫ്രാനി. പോട്ടെ, അങ്ങയെയും എന്നെയും വീണ്ടും വന്ദേമാതരം പാടിച്ച ഒരു അള്ളാ റഖ റഹ്മാൻ എന്ന എ ആർ റഹ്മാൻ അല്ലേ? എന്നിട്ട് ഇതെല്ലാം നമ്മുടെ മുസ്ലിം ഏറെമാൻ ഹിന്ദു ആണല്ലേ? മറിയാം. അതൊരു അദ്ദേഹം മതം മാറി. ഇതാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതിസന്ധി അതെനിക്കറിയാം. ഉണ്ടായപ്പോൾ വിഷമം വന്ന് അതൊക്കെ എനിക്കറിയാം. മാറിയതായിരിക്കും. അതൊക്കെ മാറിയതാണ്. ഇപ്പൊ അദ്ദേഹത്തെ സഹായിക്കാൻ. ഇളയരാജയുടെ മോൻ യുവൻ ശങ്കർ രാജ മതം ഉം, മാറിയതാണ്. ഉം. അതൊക്കെ അവരെന്തുകൊണ്ടാ നമ്മുടെ കൂടെ നിൽക്കാത്തത്? അടിമത്തത്തിന്റെ കുഴപ്പമാണ്. അല്ല, അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. അവര് മാറുന്നത് നമ്മുടെ പ്രശ്നമാണ്. കാര്യം നമുക്കിവർക്ക് ആത്മീയമായി കാര്യങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ല. ഏറ്റവും കൺവിൻസിങ് ആണെന്ന് ഒരു പറയാം, റൈസ് ബാഗ് കൺവേർട്സ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് അരിക്ക് വേണ്ടി ക്രിസ്ത്യാനികളാവുന്നവരെ കളിയാക്കുന്നതാണ്. അരി മേടിക്കാൻ ഉം, ഉം, പണ്ട് ഉം, ഉം. അങ്ങനെ മാറിയത്. ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ. ഒരാൾ ഇപ്പോഴും ഒരു മാറുന്നുണ്ട്. ഇപ്പോഴും അതെ, ഞാൻ എന്റെ ഇപ്പോഴും കൂടെ വർക്ക് മാറുന്നുണ്ടല്ലോ. ചെയ്യുന്നവര്. ഒരു ചോദ്യം പറയട്ടെ, ഒരു ഉത്തരം പറയട്ടെ. അങ്ങനെ ഒരു പിടി അരിക്ക് വേണ്ടി ഒരുത്തൻ മതം മാറി എന്ന് പറഞ്ഞാൽ എന്റെയും താങ്കളുടെയും നമ്മുടെ ഹിന്ദുക്കളുടെയും നമ്മൾ കരണത്തടിക്കണം. അവൻ വിശന്നിട്ടാണ് മതം മാറുന്നത്. ആ ഒരു പിടി അരി കൊടുക്കാൻ നമുക്കാകുന്നില്ല. അവൻ ഒരു പിടി അരിക്ക് അവനും അവന്റെ മക്കൾക്കും വിശന്നുകൊണ്ടാണ് അവൻ മതം മാറുന്നത്. അല്ലാതെ അവൻ മറ്റേ പ്രബുദ്ധനായിട്ടും ലോകോത്തര ജ്ഞാനം വിളിച്ചൊന്നും കിട്ടിയിട്ടല്ല. നമ്മുടെ പിന്നോക്കക്കാരടക്കം ഈ നാട്ടിൽ നിന്ന് പലപ്പോഴും മാറിപ്പോയത് നമുക്കവരെ ചേർത്ത് നിർത്താൻ കഴിവില്ലാത്തോണ്ടാ. ഈ മകരവിളക്ക് കേട്ടിട്ടില്ലേ? മകരജ്യോതി, മകരവിളക്ക്, നമ്മുടെ ശബരിമലയിൽ 3 തവണ തെളിയുന്ന മകരവിളക്ക്. ആ ഉം. മകരവിളക്ക് തെളിയിച്ചിരുന്ന ഒരു കുടുംബത്തിലെ ഒരു തായ് വഴി അടക്കം ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്തുമാർഗം തേടി പോയത് നമ്മുടെ കൂടെ കുറ്റമാണ്. കാര്യം ഇവരെ ഒരുമിച്ച് നിർത്താനോ പിടിച്ചു നിർത്താനോ പഠിപ്പിക്കാനോ ആത്മീയത പകർന്നു നൽകാനോ നമുക്ക് കഴിയുന്നില്ല. എന്തായാലും ഇളയരാജയുടെ മോൻ കാശ് കണ്ടിട്ട് പോകുന്നതായിരിക്കുമല്ലോ ഇത്രയും സമ്പന്നനായ ഇസൈജ്ഞാനി ഇളയരാജയുടെ മോൻ. അല്ലെങ്കിൽ ഈ അടുത്തിടെ കണ്ടോന്നല്ല, ജയ് എന്നൊരു തമിഴ് നടൻ മതം മാറിയുന്നു. ഇങ്ങനെ ഒരുപാട് പേര് പോകുന്നതേ നമ്മുടെ കുഴപ്പമാണ്. നമ്മുടെ എന്ന് പറഞ്ഞാൽ എടുത്തു പറയണം, ഹിന്ദുക്കളുടെയും വിശിഷ്യ ബ്രാഹ്മണരുടെയും കുഴപ്പമാണ്. നമുക്കിവർക്ക് ആത്മീയ ജ്ഞാനം പകരാനോ പഠിപ്പിച്ചു കൊടുക്കാനോ, ക്രിസ്ത്യാനികൾ പള്ളിയിൽ അച്ഛനും മുസ്ലിമിന്റെ മൗലവിയം പോലെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ നമുക്ക് പറ്റുന്നില്ല. അങ്ങ് ശ്രദ്ധിച്ചു കാണുമല്ലോ, നമ്മുടെ ഇടയിലുള്ള പല ആൾക്കാർ നമ്മൾ അമിത ശുദ്ധവും വൃത്തിയും പറഞ്ഞ് ആൾക്കാരെ അകറ്റി നിർത്തുകയല്ലാതെ ആരെയും ചേർത്ത് പിടിക്കാറില്ല. അതൊക്കെ ഈ ഇപ്പൊ നമ്മ കുറെയൊക്കെ മാറിയിട്ടുണ്ട്. കുറെയൊക്കെ മാറി, ഇല്ലെന്ന് പറയുന്നില്ല. നമ്മുടെ പ്രശ്നങ്ങളെ ഞാൻ കൗതുകമുള്ളൊരു കാര്യം പറയാം, അങ്ങ് ശ്രദ്ധിച്ചോന്നറിയില്ല. ശബരിമല ഉം. തന്ത്രി ഒരു കള്ളക്കേസിൽ കുടുക്കി കണ്ഠര് രാജീവ് വരെ 41 ദിവസം ജയിലിലിട്ടു. അങ്ങയുടെ അമ്മാവനല്ലേ? അതെ, ഞാൻ അതാ പറഞ്ഞത്, ശബരിമല തന്ത്രി. അപ്പം എനിക്ക് ഉം. ഇതായിട്ട് അപ്പുറത്ത് നമ്മുടെ പാണക്കാട് തങ്ങൾ സാദിഖ് അലി തങ്ങളെ കുറിച്ച് ഒരു വ്യാജ വാർത്ത വന്നു. അദ്ദേഹം ഒരു പെൺകുട്ടിയോട് മോശമായി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. ഉം. കമ്മ്യൂണിസ്റ്റുകാരടക്കം എല്ലാവരും മത്സരിച്ച് പാണക്കാട് തങ്ങൾ നിരപരാധിയാണ് എന്ന് പറഞ്ഞു. പിന്നെ പുള്ളി നിരപരാധിയാണ് കേട്ടോ, ഞാനും പുള്ളിയെ ഉം. സപ്പോർട്ട് ചെയ്തിട്ടിരുന്നു. നേരെ തിരിച്ച് നമ്മുടെ ഇടയിലുള്ള ആരെങ്കിലും ശബരിമല തന്ത്രി നിരപരാധിയാണെന്നും അദ്ദേഹത്തിന് അനുകൂലമായ കോടതി വിധി വന്നിട്ടെങ്കിലും നമ്മുടെ ആൾക്കാർ പറഞ്ഞു. ഞാൻ യോഗക്ഷേമ സഭയെ വിളിച്ച് കാല് പിടിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും പറയണം ചേട്ടാ, ഇല്ലെങ്കിൽ നാണക്കേടാണ്. നമ്മുടെ ഏറ്റവും ഉം. പ്രധാനപ്പെട്ട കാര്യം എന്താ? നമ്മുടെയും കൂടെ കുറ്റമാണേ, നമ്മൾ ആരെയും ചേർത്ത് പിടിക്കുന്നില്ല.
നമ്മളൊരു സമുദായമായിട്ട് വളരുന്നില്ല. നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല. ഇനി ഞാൻ തിരിച്ചു ചോദിക്കാം, ഇതെല്ലാം മുസ്ലിങ്ങളുടെ കുറ്റം കൊണ്ടാണോ? നമ്മുടെ കുറ്റം കൊണ്ടല്ലേ? നമുക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ല, നമ്മുടെ ജനസംഖ്യ കുറയുന്നു, നമ്മുടെ ഇടയിൽ ആത്മഹത്യകളുണ്ട്, നമ്മുടെ ഇടയിൽ മദ്യപാനവും, ബ്രാഹ്മണരുടെ ഇടയിൽ കുറവാണ്, പക്ഷെ ബാക്കിയുള്ളവരുടെ മദ്യപാനം അടക്കമുള്ള കാര്യങ്ങൾ കൂടുതലുണ്ട്. ഇതെല്ലാം പരിഹരിക്കേണ്ടത് നമ്മളല്ലേ? മുസ്ലിം വിരോധത്തിലോ ക്രിസ്ത്യൻ വിരോധത്തിലോ പോയോണ്ട് നമുക്ക് ഗുണമില്ല. ഇതാണ് ഒരു പോയിന്റ്. രണ്ട്, അത് ശരിയല്ല, ഒബ്വിയസ്ലി അത് ധാർമ്മികമല്ല, ശരിയല്ല. വേറെ അതുകൊണ്ട് എന്റെ ഏക റിക്വസ്റ്റ്, അങ്ങ് എന്ത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെന്നറിയില്ല, ബ്രാഹ്മണ സമുദായത്തിലെ ആളായതുകൊണ്ട് രണ്ട് കാര്യങ്ങളെ നമുക്ക് ചെയ്യാനുള്ളൂ, കൂടുതലൊന്നുമില്ല. 2ന് 1 രൂപ ചെലവ് പോലുമില്ല. 2 കാര്യങ്ങൾ. ഒന്ന്, ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും ഉള്ളതുപോലെ നമ്മൾ ഹിന്ദുക്കൾക്ക് ഒരു ശനിയാഴ്ച സത്സംഗം വേണം. കാര്യം, അയ്യപ്പനെ എല്ലാ വർഷവും തൊഴാൻ പോണ എനിക്ക് അയ്യപ്പൻ ആരാണെന്നോ ഏത് വർഷം ജനിച്ചു എന്നോ അയ്യപ്പന്റെ വീട്ടുകാരെ കുറിച്ച് ഒരു പിടിയില്ലായിരുന്നു. അത് എന്റെ കുറ്റമല്ല. നമുക്ക് ക്രിസ്ത്യാനികൾക്ക് സൺഡേ സ്കൂൾ പോലെ, മുസ്ലിങ്ങൾക്ക് അവരുടെ ഖുറാൻ പഠനം പോലെ നമുക്കൊരു വേദിയില്ല. നമുക്ക് ആ വേദി ഉണ്ടാക്കണം. ഒന്ന്, നമുക്കൊരു ഈ സംഘം ഇതിന് വേണ്ടിയിട്ട് ബാലഗോകുലം പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ ഇതിനെ എതിർക്കുന്നത് മറ്റുള്ള ഇതിനെ എതിർക്കുന്ന ആരാന്നറിയാമോ? ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാരാണ്. അതെ, ശ്രദ്ധിക്കണം, ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാരാണ്. അതിലും കൂടുതൽ നായന്മാരായ കമ്മ്യൂണിസ്റ്റുകാർ കൂടാണ്. നമ്പൂരിയാരുണ്ട്. അതെ, നായന്മാരുണ്ടല്ലോ. അവിടെയാണ് നമുക്ക് ചെയ്യേണ്ട എന്താ? നിർബന്ധമായിട്ട് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ കൊടുക്കാൻ ശ്രീ ശ്രീ രവിശങ്കർജി, മാതാ അമൃതാനന്ദമയി ദേവി, സദ്ഗുരു ജഗ്ഗി വാസുദേവ്, ഇവരൊക്കെ കുറച്ചുകൂടെ ഇമ്പാർഷ്യൽ ആണെന്നാണല്ലോ സമൂഹത്തിലെ വെപ്പ്. പ്രകടമായി RSS BJP അല്ലല്ലോ. അവർക്ക് എല്ലാ പാർട്ടിയിലും ഇഷ്ടക്കാരുണ്ട്, അനുഭാവികളുണ്ട്. അപ്പോൾ ശ്രീ ശ്രീ രവിശങ്കർജിയും അമ്മയുടെയും അല്ലെങ്കിൽ നമ്മുടെ സദ്ഗുരു ജഗ്ഗി വാസുദേവ് അല്ലെങ്കിൽ ഏത് നല്ല ആത്മീയ നേതാവിന്റെയും നേതൃത്വത്തിൽ ആത്മീയ പഠനം തീർന്നില്ല. 2, താങ്കൾ കല്യാണം കഴിച്ചോണെന്ന് എനിക്കറിയില്ല, അഥവാ ആണെങ്കിലും അല്ലെങ്കിലും ആണെങ്കിൽ നിർബന്ധമായിട്ട് 85% കുടുംബ തകർച്ചകൾ നടക്കുന്നത് നമ്മൾ ഹിന്ദുക്കളിലാണ്. 85, ഞാൻ കണക്കുകൾ വെച്ചാ പറയുന്നത്, 80 to 85% കുടുംബ തകർച്ചകൾ നടക്കുന്നത് നമ്മൾ ഹിന്ദുക്കളിലാണ്. നമുക്ക് ഹിന്ദുക്കൾക്കുണ്ടാകുന്ന കുട്ടികളുടെ എണ്ണം കുറയുക. ഏതുപോലെ എന്ന് പറഞ്ഞാൽ, മമ്മൂട്ടിയുടെ മോൻ ദുൽഖർ നല്ല പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ച് സെറ്റിലായി, കുട്ടിയുണ്ട്. ലാലേട്ടന്റെ മോൻ, ഞാൻ കുറ്റമായിട്ട് പറയില്ല, ലാലേട്ടന്റെ മോൻ പ്രണവ് ലോകം മുഴുവൻ ചുറ്റി നടന്ന് മറ്റേ ഫോട്ടോ എടുക്കാനും സാധനങ്ങളും പോവാൻ, ഇതുവരെ കുട്ടിയോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല. കാര്യം, നമുക്കൊരു കുട്ടികളുടെ ഓറിയന്റേഷൻ അല്ല, ഒറ്റ കാര്യമേ ഉള്ളൂ, എല്ലാ ഹിന്ദു വീട്ടിലും 2 കുട്ടികൾ വേണം. കാര്യം, 2 അല്ല, ഇത് കുട്ടികളില്ലെങ്കിൽ വേറൊരു വിഷയമുണ്ട്. ഞാൻ കണ്ടെടുത്തോളം ഇത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇവര് കുട്ടികൾ അധികം ഉണ്ടാവണം മാത്രല്ല, ഇവര് നേരത്തെ ഇപ്പൊ 10, 20, 22, 23 വയസ്സിൽ കല്യാണം കഴിക്കും. 100%. അപ്പൊ ഇവരുടെ അച്ഛൻ 60 വയസ്സാകുമ്പോഴേക്കും ഇവര് അടുത്ത 2 തലമുറ ഉണ്ടായി. നമ്മള് 30 വയസ്സ് കല്യാണം കഴിക്കും, നമ്മളെ കുട്ടി അതായത് നമ്മുടെ 2 തലമുറ ഉണ്ടാകുമ്പോൾ അവരുടെ 3 തലമുറ 3 തലമുറ ഉണ്ടാവും. ഇത് 100% സത്യമാണ്. ഇനി 2 കണക്കും കൂടെ വെച്ച് പറയാം. എല്ലാ വർഷവും ഗവൺമെന്റ് കണക്കെടുക്കുന്നതാ. അതായത് വടയാർ സുനിൽജിയുടെ വീഡിയോ ഉണ്ടിരുന്നോ എന്നറിയില്ല, ഓരോ ഞാൻ വർഷവും കണ്ടു. ജനിക്കുന്ന ഹിന്ദുക്കളെക്കാൾ കൂടുതൽ ഹിന്ദുക്കൾ മരിക്കുകയാണ് ഓരോ വർഷവും. മരിക്കണ മാത്രല്ല അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞിരുന്നു. നിങ്ങൾ പറയുന്ന ആളും ഞാൻ പറയുന്ന ആളും ശരിയാണെന്ന് എനിക്കറിയില്ല. ഒരു വർഷം ഈ ഒരു ജില്ലയിൽ മാത്രം അഡ്മിഷൻ എടുത്ത കുട്ടികൾ, അത് സർക്കാർ മലപ്പുറം അല്ല, പേര് വെച്ച് തന്നെ പറയണം. അതെന്താ അറിയാം, ഞാൻ ഡോക്യുമെന്റ് ചെയ്യുമ്പോഴും പേര് വെച്ച് ഡോക്യുമെന്റ് ചെയ്യുന്ന കാര്യം എന്താ അറിയാമോ? മലപ്പുറം ജില്ല നോർമലാണ്, പത്തനംതിട്ട തകരുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ എന്നും മുസ്ലിമിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇരിക്കും, ഒരു ഗുണവും ഉണ്ടാവില്ല. അതായത്, അങ്ങ് ശ്രദ്ധിക്കേണ്ടത്, ഓരോ വർഷവും 90,000 ഹിന്ദു കുട്ടികളാണ് കുറവ് ജനിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഒരു വർഷം ഹിന്ദു കുട്ടികൾ ജനിക്കുന്ന 1,50,000 എന്തുവാണ്? ശരിക്കും 2,40,000 കുട്ടികളാണ് ജനിക്കേണ്ടത്. അതായത്, ഒരു അമ്മയുടെ വയറ്റിൽ 2 കുട്ടി എന്ന കണക്കിന് ഇതിനെ വിളിക്കുന്നത് റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്നാണ്. ഒരു സമുദായം നിലനിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കുടുംബം നിലനിൽക്കാൻ വേണ്ടിയുള്ള റേറ്റ്. എന്റെ കാര്യം, അച്ഛനും അമ്മയും കൂടെ ചേർന്നല്ലേ കുട്ടി ഉണ്ടാകുന്നത്. അപ്പം 2 പേര് ഒരാളായി മാറുകയാണ്. അങ്ങനെ ആവുമ്പോൾ 5 തലമുറ കൊണ്ട് നമ്മൾ ഇല്ലാതാകും. ഇപ്പം ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാൻ ഒരു ചോദ്യം ഒരു ചോദ്യരൂപേണ ചോദിക്കാം. ഇന്ത്യയിൽ നമ്മൾ ഹിന്ദുക്കൾ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജില്ലയുണ്ട്, ഏതാന്ന് പറയാം? ഇന്ത്യയിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഹിന്ദുക്കൾ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജില്ല, സാധാരണ നമ്മുടെ സംഘപ്രവർത്തകരോട് ചോദിച്ചാൽ മലപ്പുറം, കാസർഗോഡ്, നോർത്ത് മലബാർ പറയും. ശരിക്കും ഏതാണെന്നറിയാം? പത്തനംതിട്ടയാണ് ഹിന്ദുക്കൾ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജില്ല. കാര്യം, പത്തനംതിട്ട ഓരോ വർഷവും ഹിന്ദുക്കൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ട ഓരോ വർഷവും കാട് കയറിക്കൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ട ഓരോ വർഷവും സ്കൂൾ അടയ്ക്കുകയാണ്, ഹോസ്പിറ്റൽ അടയ്ക്കുകയാണ്, കോളേജ് അടയ്ക്കുകയാണ്, കടകൾ അടയ്ക്കുകയാണ്. കാര്യം, ആളില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പത്തനംതിട്ടയിൽ കുമ്പനാട് എന്നൊരു സ്ഥലമുണ്ട്. ഈ കുമ്പനാട് എന്ന് പറയുന്ന സ്ഥലം
ബാങ്കുകൾ അടയ്ക്കുകയാണ്, കടകൾ അടയ്ക്കുകയാണ്. കാര്യം കുട്ടികൾ ഉണ്ടാവുന്നില്ല. അപ്പോ പത്തനംതിട്ടയാണ് പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എവിടെയെന്ന് അറിയാമോ? നമ്മുടെ കൊല്ലം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സ്ഥലങ്ങളിലൊന്ന് നമ്മുടെ കൊച്ചു കൊല്ലമാണ്. കൊല്ലത്തെ നായന്മാരും ഹിന്ദുക്കളുമാണ് ഏറ്റവും ആത്മഹത്യ ഉള്ളത്. നിങ്ങൾ ഗൂഗിളിൽ കൊല്ലം സൂയിസൈഡ് ക്യാപിറ്റൽ അടിച്ചു നോക്കിയാൽ കാണാം. തിരുവിതാംകൂർ മുതൽ കൊച്ചി വരെയുള്ള, അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ കൊച്ചി വരെയുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കുടുംബ ഛിദ്രം, വിവാഹമോചനം നടക്കുന്നത്. മുസ്ലിങ്ങളിൽ വിവാഹമോചനം നടക്കുന്നത് വളരെ കുറവാണ്, ശ്രദ്ധിച്ചു കാണും. ക്രിസ്ത്യാനികൾക്ക് കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് പഠനവും മറ്റു കാര്യങ്ങളും ഉണ്ട്. ഇതൊന്നും നമുക്കില്ല. ഞാൻ ഇനി ഒരു കാര്യം ശ്രദ്ധിച്ച് സൂചിപ്പിച്ചട്ടെ. കേരളത്തിൽ ഒരു നിമിഷത്തേക്ക് അങ്ങിങ്ങനെ ചിന്തിക്കുക, കേരളത്തിൽ ഒരു മുസ്ലിമും ഇല്ല എന്ന് ചിന്തിക്കുക. അതായത് ഒരു നിമിഷം കേരളത്തിൽ ഒരു മുസ്ലിമും ഇല്ല, ക്രിസ്ത്യാനി ഇല്ലെന്ന് വിചാരിച്ചോ. നമ്മൾ ഹിന്ദുക്കൾ മാത്രമേ കേരളത്തിലുള്ളൂ. അതായത് കേരളത്തിൽ 2 കോടി ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല എന്ന് വിചാരിക്കുക. ഈ നിരക്കിൽ പോയാൽ 120 വർഷം കൊണ്ട് കേരളം ശൂന്യമാകും. ഈ നിരക്കിൽ പോയാൽ 120 വർഷം കൊണ്ട് കേരളത്തിൽ ആളില്ലാതാവും. ഈ ആളില്ലായ്മയാണ് ഇപ്പൊ യൂറോപ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്നടക്കം ആൾക്കാരെ അവരങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബ സംവിധാനം തകരുന്നു, കുട്ടികൾ ഉണ്ടാവുന്നില്ല. എനിക്ക് കല്യാണം കഴിയുന്നില്ല എന്നിട്ടല്ലേ കല്യാണം കുട്ടികളുണ്ടാവുക. കഴിക്കുന്നില്ല, കറക്റ്റ്. കല്യാണം കഴിയുന്നില്ല. ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം 7 വർഷത്തിന് ശേഷം ആ കുട്ടി ഉണ്ടായത്. കാര്യം എന്റെ മനസ്സിൽ ഒരുപാട് പേടിയായിരുന്നു. ഈ കുട്ടി ഉണ്ടായ ഒരുപാട് ചെലവല്ലേ, സ്കൂളിൽ ഫീസ് കൊടുക്കേണ്ടി വരില്ലേ. പക്ഷെ ഒരു മോൻ ഉണ്ടായപ്പോഴാണ് ഇതാണ് ഏറ്റവും വലിയ നന്മയും അനുഗ്രഹവും എന്ന് മനസ്സിലാക്കി. ഇപ്പൊ എനിക്ക് 2 പിള്ളേരുണ്ട്. ഈ 2 പിള്ളേർ, അങ്ങനെ ചുറ്റും സുഹൃത്തുക്കൾ നോക്കിയാൽ മതി. 10ൽ 9 മുസ്ലിങ്ങൾക്കും മിനിമം 2 കുട്ടികൾ കാണും. 10ൽ 9 2 ഹിന്ദുക്കൾക്കും 3 2 to 3 അവരുടെ റേറ്റ് അതാണ്. 2 to 3, 2.4 to 2.5 ആണ് അവരുടെ ഗവൺമെന്റ് കണ്ടെത്തിയ റേറ്റ്. നമ്മൾ 10ൽ 9 ഹിന്ദുക്കൾ എടുത്തു നോക്കൂ, ഒരു കുട്ടിയായിരിക്കും. 10ൽ 9 ഒരാൾക്ക് വല്ലോ 2 കുട്ടി കാണും, അല്ലെങ്കിൽ 2 പേർക്ക് 2 കുട്ടി കാണും. ക്രിസ്ത്യാനികൾക്ക് ഒരു 5 പേർക്ക് 2 കുട്ടി, 5 പേർക്ക് 1 കുട്ടി എന്ന കണക്കിലായിരിക്കും. ക്രിസ്ത്യാനികൾ ഇത് തിരിച്ചു പിടിക്കും. അവർ ഓൾറെഡി അവരുടെ പള്ളികൾ വഴി പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ നമ്മള് ഈ കല്യാണം കഴിച്ച് കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ സമുദായം നിലനിൽക്കൂ? RSS ഭാഷയെ പറഞ്ഞ സമാജം നിലനിൽക്കൂ? ഈ സാധനം ഇല്ലാതെ വേറെ എന്തൊക്കെ പറഞ്ഞാലും നാളെ BJPക്ക് കേരളത്തിൽ 140 സീറ്റും കിട്ടി ജയിച്ചു എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഹിന്ദുക്കൾ നിലനിൽക്കൂ? അപ്പൊ എന്റെ ഒറ്റ റിക്വസ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഡോക്യുമെന്റും കൂടെ ചെയ്യാൻ ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ. അതായത് താങ്കൾക്കും എനിക്കും ചെയ്യാൻ കഴിയുന്ന കാര്യം 3 കാര്യങ്ങൾ. ഒന്ന്, ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച, മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച, നമ്മൾ ഹിന്ദുക്കൾക്ക് ശനിയാഴ്ച. ഇങ്ങനെ പറയുമ്പോൾ അതിനൊരു സെക്കുലർ അപ്പീലുണ്ട്, ഒരു മതസൗഹാർദ്ദ ഫീലും കൂടെയുണ്ട്. അതായത് ക്രിസ്ത്യാനികൾക്ക് ഓൾറെഡി ഒരു ദിവസമുണ്ട്, മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയുണ്ട്, നമ്മൾ ഹിന്ദുക്കൾക്ക് ഒരു ശനിയാഴ്ച വേണം. ഇതാണ് ഒന്ന്. 2, നിർബന്ധമായി 5 വയസ്സ് മുതൽ നമ്മുടെ കുട്ടികൾക്ക് ഭഗവത്ഗീത പഠനവും കുറച്ച് വേദ പഠനവും നമ്മുടെ സാംസ്കാരിക പഠനമോ കാര്യങ്ങളോ ഒക്കെ ഏതെങ്കിലും ആത്മീയ കേന്ദ്രങ്ങളിൽ നിന്ന് അവർക്ക് പഠിക്കണം. ഇത് നമ്മളെ ഇപ്പൊ എന്റെ മകള് പഠിക്കുന്നത് വിദ്യാനികേതൻ സ്കൂളില. അങ്ങനെയുള്ള സ്കൂളുകൾ ഉണ്ട് ഇവിടെ. പക്ഷെ അങ്ങനെ അതിനെ തകർക്കാൻ നോക്കുന്നത് ഹിന്ദുക്കൾ തന്നെയാണ് ഇവിടെ. അതിന്റെ കാര്യം എന്താ അറിയോ? അവര് കമ്മ്യൂണിസ്റ്റ് ഹിന്ദുക്കളാണ്. അതായത് തീവ്ര ഇടതുപക്ഷമുള്ള ഹിന്ദുക്കൾ. നമ്മൾ അവരെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? സാക്ഷാൽ ശങ്കരാചാര്യർ ചെയ്തതുപോലെ തിരിച്ചു പിടിക്കണം. എന്ന് പറഞ്ഞാൽ ആക്രമിക്കാൻ മീൻസ് പോസിറ്റീവ്ലി പറഞ്ഞു മനസ്സിലാക്കി തിരിച്ച് നമുക്ക് ഇതാണ് വേണ്ടത്, നമ്മുടെ മക്കളുടെ കാര്യമാണ്, നമ്മളുടെ മക്കളുടെ കാര്യമാണ്. അങ്ങൊന്നും നോക്കിയാൽ മതി, നല്ലൊരു ശതമാനം കമ്മ്യൂണിസ്റ്റുകാരുടെയും മക്കൾ ഭക്തന്മാരാ, ഗുരുവായൂർ ശബരിമലയിലും ഒക്കെ മത്സരിച്ച് പോകുന്നവരാ. ഇവരുടെ ഉള്ളിൽ അത് കിടപ്പുണ്ട്. അപ്പോ നമ്മൾ ഈ വർഗീയത പറയുമ്പോഴും മുസ്ലിം വിരോധം പറയുമ്പോഴും അവർ ടേൺ ഓഫ് ആകുകയാണ്, നമ്മളിൽ നിന്ന് അകലുകയാണ്. പകരം നമുക്ക് മതസൗഹാർദ്ദം ഒരു കയ്യിൽ വേണം. അതാണ് അയ്യപ്പനടക്കം കമ്മ്യൂണിസ്റ്റുകാരിൽ വലിയൊരു വിഭാഗം അയ്യപ്പ വിശ്വാസികളാണ്. കാര്യം അയ്യപ്പൻ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആളാണ്. അപ്പൊ നമുക്ക് ഇവരെ ആത്മീയമായി തിരിച്ചു പിടിക്കണം. അതാണ് ശങ്കരാചാര്യര് ബുദ്ധിസ്റ്റുകളോട് ചെയ്തത്. ബുദ്ധനെയും ജൈനനെയും, അല്ലെങ്കിൽ ബുദ്ധിസ്റ്റുകളെയും ജൈനിസ്റ്റുകളെയും മാതൃധർമ്മത്തിലേക്ക് അവർ തിരിച്ചു കൊണ്ടുപോകും. ഇതാണ് 2. 3 അത് ശങ്കരാചാര്യ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പൊ ശങ്കരാചാര്യരാണ് ബുദ്ധന്മാരെ കൊന്നത്. അത് വ്യാജ പ്രചരണമാണ്. എന്താ അവന്റെ പേര്? ഫ്രെഡി ഫ്രാൻസിസിന്റെ ഒരു വീഡിയോ കണ്ടു, ഞാനും കണ്ടു. അത് വളരെ മോശം. അതിന്റെ കാര്യം എന്താ അറിയാം? അതെ, ഭയങ്കര തെറ്റാണ്. ശങ്കരാചാര്യർ എന്ന് പറഞ്ഞാൽ എന്താ, വിവേകാനന്ദൻ ഒരാളെ കുറിച്ചേ പറയുന്നുള്ളൂ. വായിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഇത്തവണ ദൈവം വന്നത് സൗത്ത് ഇന്ത്യയിലെ, ദക്ഷിണ ഭാരതത്തിലെ ഒരു ബ്രാഹ്മണ ബാലന്റെ രൂപത്തിലായിരുന്നു ഇന്ത്യയെ രക്ഷിക്കാൻ. അതായത് വിവേകാനന്ദ സ്വാമി ദൈവീകമായി പോലും പറയുന്നതാണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ വിമർശിക്കുന്നുമുണ്ട്. അന്നത്തെ കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അറിയാലോ. മനീഷ പഞ്ചാഗം അടക്കം ഒരു ചണ്ടാളിനെ കാണുമ്പോൾ മാറണമെന്ന് പറയുന്നു, പിന്നീട് അത് ശിവനാണെന്ന് പറയുന്നു. അങ്ങനെ പിന്നീട് അദ്ദേഹം ചേർത്ത് പിടിക്കാൻ നോക്കി. അപ്പം 3-ാമത്തെ കാര്യം, ഏറ്റവും നിർബന്ധം, നമുക്ക് വിവാഹപൂർവ്വ വിദ്യാഭ്യാസം നമ്മുടെ യോഗക്ഷേമ സഭ, SNDP, NSS, KPMS, ആദിവാസി സംഘടനകൾ, ക്ഷത്രിയ സംഘടനകൾ നിർബന്ധമായിട്ട് വേണം. ഇല്ലെങ്കിൽ പിള്ളേരുണ്ടാവില്ലല്ലോ. കല്യാണം ഉണ്ടെങ്കിലേ കുടുംബം ഉണ്ടാവും, കുടുംബം ഉണ്ടെങ്കിലേ പിള്ളേരുണ്ടാവും. അപ്പം കല്യാണവും കുടുംബവും ഇല്ലെങ്കിൽ നമ്മൾ ഇല്ലാതാവും.
അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ 3 രീതി നമുക്ക് തിരിച്ചു പിടിക്കണം. ഞാനൊക്കെ അമ്മ യോഗക്ഷേമ സഭയുടെ സംസ്ഥാന വനിതാ പ്രസിഡന്റാ. ഇവരോട് ഞാൻ സ്ഥിരം നിർബന്ധം പിടിക്കുന്നത് വിവാഹ വിദ്യാഭ്യാസവും കുടുംബ വിദ്യാഭ്യാസവും കൊടുക്കാനാണ്. പിന്നെ നമ്മുടെ പിള്ളേരെ ഒരു 25, 28 റേഞ്ചിൽ ആണും പെണ്ണും അല്ലെങ്കിൽ പെണ്ണും ആണും കിട്ടണം. ഈ ഒരുപാട് ലേറ്റ് ആവരുത്. ഒരുപാട് ലേറ്റ് ആയ കുട്ടികളും സാധനങ്ങളും അത് കുറയും. അതൊക്കെ സംഭവം ഞാന് കിട്ടണ്ട. ഒന്നാമത് നമ്മള് ചിന്തിക്കാൻ തുടങ്ങിയ 25 വയസ്സ് കഴിഞ്ഞിട്ടാണ്. Correct. ഇത് പിന്നെ വലിയ പ്രശ്നമാണ്. ഇപ്പൊ എന്റെ തന്നെ വളരെ അടുത്ത നമ്മുടെ ബന്ധുവായ ഒരു ചേട്ടൻ, പുള്ളി പെണ്ണ് നോക്കി 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 ഇപ്പൊ 50 വയസ്സായി, കെട്ടിയിട്ടില്ല. പ്രശ്നം എന്താ അറിയോ, നമുക്ക് നിലനിൽക്കണ്ടേ നമ്മുടെ ഈ സമുദായം. ഈ കുറച്ച് ഞാൻ വടയാർ സുനിൽജിയുടെ പരിപാടി പോയപ്പോൾ പറഞ്ഞേ, നാളെയുടെ ചരിത്രം നമ്മളെ കുറ്റം പറയില്ല, കാരണം നാളെയുടെ ചരിത്രത്തിൽ പോലും നമ്മൾ ഇല്ലാതാവും. അതായത് നാളെ നമ്മൾ ഉണ്ടെങ്കിലല്ലേ നമ്മളെ കുറ്റം പറയൂ. ഞാനും നമ്പൂതിരിയാര് ഒരു 50 വർഷത്തിനുള്ളിൽ കഴിയും. അപ്പൊ ഇത് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇത് തിരിച്ചു പിടിക്കണ്ടേ? കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? അതായത് നാളെ ഞാനും താങ്കളും ഇങ്ങനെ ഒരു 100 വർഷത്തിന് ശേഷം നമ്മൾ ഹിന്ദുക്കൾക്ക് കുറച്ച് പ്രശ്നമുണ്ട് എന്ന് സംസാരിക്കാനെങ്കിലും ആള് വേണ്ടേ? ഉണ്ടെങ്കിൽ അവർ കുറെയെങ്കിലും സോൾവ് ചെയ്യായിരിക്കും. ഉണ്ട്, ഞാൻ വളരെ ബോധ്യത്തോടെ അയ്യപ്പ വിശ്വാസത്തോടെ പറയുകയാണ് ഈ 3 കാര്യങ്ങൾ. ഒന്ന്, നിർബന്ധമായിട്ട് ഒരു ശനിയാഴ്ച, ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച, മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച, നമുക്ക് ശനിയാഴ്ച. 2, 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും ആൺകുട്ടികളും ഒരു ആത്മീയ പഠനം. 3, വിവാഹ വിദ്യാഭ്യാസം. ഇതില്ലെങ്കിൽ കല്യാണം നടക്കൂല. നമ്മുടെ പിള്ളേരാണ് കല്യാണം കഴിക്കാതെ പോകുന്നത്. പിന്നെ കുറച്ച് ക്രിസ്ത്യൻ അപ്പർ ക്ലാസ് പിള്ളേർ ശ്രദ്ധിച്ചു കാണും. ക്രിസ്ത്യാനികളിലെ കുറച്ച് സമ്പത്തൊക്കെ ഉള്ള ഒരു ക്രിസ്ത്യൻ അപ്പർ മിഡിൽ ക്ലാസ്സും നമ്മുടെ പിള്ളേരുമാണ് ഈ കല്യാണം വേണ്ട, കെട്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞ് പോകുന്നത്. നമുക്ക് ഒറ്റ പോയിന്റ് കൂടെ പറഞ്ഞാൽ വെക്കാം. നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം, പക്ഷെ എന്തെങ്കിലും സൊല്യൂഷൻ വേണ്ടേ? അതായത് നമുക്ക് ഈ കുറ്റം പറഞ്ഞോ, ആൾക്കാരെ എന്തെങ്കിലും പറഞ്ഞോ, ഉള്ള സാധനം പറഞ്ഞു. നീ പേര് പറയുന്നില്ല, അങ്ങേക്ക് മനസ്സിലാവും ഞാൻ ആരെയാ ഉദ്ദേശിക്കുന്നത്. RSSന്റെ മുതിർന്നൊരു ചേട്ടൻ, അതായത് ശബരിമല പ്രക്ഷോഭത്തിലടക്കം പങ്കെടുത്ത ഒരു RSSന്റെ മുതിർന്ന ആള്, ലീഡർ എന്ന് വിളിക്കാം. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു. പുള്ളി എന്നോട് പറഞ്ഞു, രാഹുലെ, നീ പറയുന്നത് സത്യമാണ്, പക്ഷെ ഞങ്ങൾ ഇത് പറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം RSSകാരെ സെക്ഷുവലി ട്രോൾ ചെയ്യും. നിനക്കൊക്കെ പിന്നെ എന്തിനാടാ ആട്ടിക്കൊണ്ട് നടക്കുന്നത്, നിനക്കൊക്കെ പിള്ളേരെ ഉണ്ടാക്കിക്കൂടെ? അപ്പൊ ഞങ്ങൾക്ക് ഇത് അഡ്രസ് ചെയ്യാൻ, അതായത് സംഘത്തിന്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഇത് അഡ്രസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു നാണക്കേടും കളിയാക്കലും, നിനക്കൊക്കെ പിള്ളേരുണ്ടോടാ തുടങ്ങിയ ചോദ്യവും ഉണ്ടാവും. പക്ഷെ ഇതൊന്നും വകവെക്കാതെയാണ് മോഹൻ ഭഗവത്ജി കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിർബന്ധമായിട്ട് 2 മുതൽ 3 കുട്ടികൾ കാണുമെന്ന് പറയുന്നത്. ഇല്ലെങ്കിലേ ഈ രാജ്യം നിലനിൽക്കില്ല, കേരളം നിലനിൽക്കില്ല. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളും ഓർക്കുക. എന്റെ ബാക്കി വീഡിയോയിൽ എന്തെങ്കിലും എന്റെ ഭാഗത്തു നിന്ന് തെറ്റോ ശരിയല്ലായ്മയോ ടോണിൽ ശരിയല്ലാത്തതോ ഉണ്ടെങ്കിൽ വിളിക്കുക, ഞാനത് 100% പരിഹരിക്കും. ഈ ബ്രസീലിന്റെ പതാകയിൽ ഞാൻ അതിന്റെ അടുത്ത വീഡിയോ ഇട്ടിട്ടുണ്ട്, പറ്റുമെങ്കിൽ അതും കൂടെ ഒന്ന് കാണുക. ഓക്കെ. ഓക്കെ, ശരി.